കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ ദൈവവചനത്തിൻ്റെ മുമ്പിൽ ഇരിക്കുവാൻ നമുക്ക് ലഭിച്ച ഈ വിലപ്പെട്ട നിമിഷങ്ങൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ വർഷം കർത്താവിൻ്റെ വരവ് താമസമാണെങ്കിൽ നമ്മൾ വചനത്തിലൂടെ മനസ്സിലാക്കുന്ന സത്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുവാൻ, നമ്മുടെ ജീവിത ശൈലിയെ തന്നെ പുനഃവിചിന്തനം ചെയ്ത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള ജീവിത ശൈലിയിലേക്കും ദൈവത്തിൻ്റെ പദ്ധതിയിലേക്കും മടങ്ങിപ്പോകുന്ന, ഉൾക്കാഴ്ചകൾ ലഭിക്കുന്ന, ആത്മനിയന്ത്രണത്തിൻ്റെ അടുത്ത തലത്തിൽ പ്രവേശിക്കുന്ന അനുഗ്രഹീത വർഷമായി ഈ വർഷം നമ്മുടെ മുമ്പിൽ ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കൊലോസ്യ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കുവാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. എല്ലാവരും ബൈബിൾ തുറന്ന് 1-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ച് വർദ്ധിച്ചും വരുന്നു. ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് ആ സുവിശേഷം എന്ന് പൗലോസ് പറയുന്ന യഥാർത്ഥ സുവിശേഷം അവർ കേൾക്കുക മാത്രമല്ല എന്ന് 7-ാമത്തെ വാക്യത്തിലുണ്ട്. അവർ പഠിച്ചതാണ് സുവിശേഷം. യഥാർത്ഥ ദൈവകൃപയെ തിരിച്ചറിഞ്ഞു, രുചിച്ചറിഞ്ഞു. അത് അടിവരയിടേണ്ട പദമാണ്. നമ്മൾ സാധാരണഗതിയിൽ ധരിക്കും, ഞാൻ അറിഞ്ഞു ദൈവകൃപയെന്ന്. എന്നാൽ ദൈവകൃപയിലൂടെ പൗലോസ് പ്രതീക്ഷിക്കുന്നത് ഒരു പുതിയ സമൂഹത്തിന്റെ കാഴ്ചപ്പാടാണെന്നും, കുറെ മനുഷ്യർ ദൈവത്തിന്റെ മുമ്പിൽ ഞങ്ങളുടെ പാപം ക്ഷമിക്കപ്പെട്ടു എന്ന് പറയുന്ന കൃപ മാത്രമല്ല, അന്യോന്യം നോക്കി എന്നിൽ കൃപ വ്യാപരിച്ചു, അതാണ് എന്നെ നിർത്തിയിരിക്കുന്നത്, താങ്കളിലും കൃപ വ്യാപരിച്ചു, താങ്കളെയും നിർത്തിയിരിക്കുന്നു. ഇനി നമ്മുടെ ഇടയിൽ പുകഴുവാൻ വേറെ ഒരു കാര്യവുമില്ല. ആത്മീക പരിവേഷങ്ങളോ ഭൗതിക അനുഭവങ്ങളോ മറ്റ് കുടുംബ ശ്രേഷ്ഠതയോ ഒന്നുമില്ല. യഥാർത്ഥ ദൈവകൃപയെ അറിയുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ, സുവിശേഷത്തിലൂടെ ദൈവം എന്നെ കൃപയാൽ സ്വീകരിച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ എനിക്കൊരു സമൂഹത്തിന്റെ ഭാഗമായി ആ സുവിശേഷത്തിന്റെ ശക്തി വെളിപ്പെടുത്തുന്ന ഒരവസ്ഥ. സഭകളോട് സുവിശേഷത്തെ കുറിച്ച് പറയാനുള്ള കാരണം എന്താണ്? സാധാരണഗതിയിൽ വെളിയിലല്ലേ സുവിശേഷം പറയേണ്ടത്, യേശുവിനെ അറിയാത്തവരോട്, പ്രത്യാശയില്ലാത്തവരോട്. എന്നാൽ റോമാലേഖനത്തിലും കൊരിന്ത് ലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും കൊലോസി ലേഖനത്തിലും ഒക്കെ ഈ 2021 നമുക്ക് ഒരുമിച്ച് ശ്രമിക്കണം. ഒരു പുനഃവായന നമുക്ക് ആവശ്യമാണ്. ഒന്നുകൂടെ വിത്ത് ന്യൂ ലെൻസ്. എന്താ ഈ തിരുവെഴുത്തുകളിൽ എഴുതിയിരിക്കുന്നത്? വിശ്വാസികളായ നമ്മൾ എന്തുകൊണ്ട് സുവിശേഷത്തെ കുറിച്ച് പിന്നെയും കേൾക്കണം? നമ്മളെ എന്തിനാ ദൈവം വിളിച്ചത് എന്നുള്ള ആ അറിവിന് വേണ്ടിയാണ് നമ്മൾ സുവിശേഷത്തെ പിന്നെയും ധ്യാനിക്കേണ്ടത്. ഇന്ന് ഞാൻ ഈ സെഷൻ തുടങ്ങുമ്പോൾ ആദ്യം മുതൽ ഈ ബൈബിൾ വായനയിൽ പൊതുവെയുള്ള ജനറൽ പബ്ലിക്കിന്, ലേ പീപ്പിളിന്, സഭാവിശ്വാസികൾക്ക് ഒരു മാറ്റം വേണമെന്നുള്ള ആഹ്വാനം നൽകിക്കൊണ്ട് ഈ സെഷൻ തുടങ്ങുവാൻ വേണ്ടി മുന്നോട്ട് പോകുവാനാണ് ഞാൻ തയ്യാറാകുന്നത്. കാരണം വളരെ സ്വാർത്ഥതയുള്ള ഒരു സംസ്കാരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കച്ചവട സംസ്കാരമാണ് നമുക്ക് ചുറ്റിനും. ലാഭത്തിന്റെ ഭാഷയെ നമുക്കറിയത്തുള്ളൂ. വെളിയിൽ മാത്രമല്ല, ഈ കച്ചവട സംസ്കാരം, ഈ ലാഭ ഇച്ഛയുള്ള സംസ്കാരം സഭയ്ക്കകത്തേക്കും വന്നിരിക്കുന്നു. നമ്മൾ ബൈബിൾ തുറക്കുമ്പോഴേ നമ്മൾ കാണുന്നത് മുഴുവൻ എനിക്കെന്തോ വലിയ നന്മ ലഭിക്കാൻ പോകുന്നു, എൻ്റെ കുഞ്ഞുങ്ങൾ മറ്റെല്ലാവരെക്കാട്ടിലും വലിയ സംഭവമാകാൻ പോകുന്നു. പ്രഭാഷകരും പറയുന്നത് യേശുവിന് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുത്തത് കൊണ്ട് വാലല്ല തലയാകും. പ്രവാചകരും വന്ന് പറയുന്നത് ഈ വീടല്ല വേറെ വീട്. ഇത് മുഴുവൻ സ്വാർത്ഥതയെ ഉണർത്തുന്ന, വളമിട്ട് അതിനെ വളർത്തുന്ന ഒരു കച്ചവട സംസ്കാരത്തിൽ ഞാൻ സ്നാനപ്പെടാം, എനിക്ക് എന്തോ കിട്ടും. കച്ചവട സംസ്കാരത്തിൽ ഞാൻ കൊടുക്കാം, തിരിച്ചു ദൈവം എനിക്ക് എന്ത് ചെയ്തു തരും? ഇങ്ങനെയുള്ള ചോദ്യങ്ങളുമായ നമ്മൾ വേദപുസ്തകത്തിന്റെ അടുക്ക വരുന്നത് തന്നെ. ഈ കൺവെൻഷന്റെ 4-ാം ദിവസം ഞാൻ 1-2 സംഭവങ്ങൾ നിങ്ങളെ ഉണർത്തുവാൻ വേണ്ടി പറയാം.
ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം നിങ്ങൾ വായിക്കുന്നത്, ഞാൻ വായിക്കുന്നത് എങ്ങനെയാണ്? അതിലേക്ക് ഇപ്പോൾ തിരിയേണ്ട, വാക്യങ്ങൾ വായിക്കുന്നില്ല, ഉണർത്തുവാൻ, ചിന്ത ഉണർത്താൻ വേണ്ടി പറയാം. ഉൽപ്പത്തി പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ അബ്രഹാമിനെ വിളിക്കുകയാണ്. സ്വാർത്ഥതയാൽ പിടിക്കപ്പെട്ട ഒരു വ്യക്തി. ഉൽപ്പത്തി പുസ്തകം 12 എങ്ങനെ വായിക്കുമെന്നറിയാമോ? ഒരു സംശയവും വേണ്ട, വാങ്ങിക്കാൻ പോകുന്നത്, ആ അധ്യായം വായിക്കാൻ പോകുന്നത്, For God so loved Abraham that he chose him എന്നായിരിക്കും. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അബ്രഹാമിനെ ഭയങ്കര സ്നേഹമായിരുന്നു, അതുകൊണ്ട് ഒരു ദിവസം അബ്രഹാമിനെ ഇങ്ങ് തെരഞ്ഞെടുത്തു. വായന തെറ്റി. ഇതാണ് സ്വാർത്ഥത നിറഞ്ഞ വായന. ഉൽപ്പത്തി പുസ്തകം 12-ന്റെ പ്രമേയം ദൈവം അബ്രഹാമിനെ സ്നേഹിച്ചത് കൊണ്ട് എടുത്തെന്നല്ല, ലോകത്തെ സ്നേഹിച്ചത് കൊണ്ട് അബ്രഹാമിനെ തെരഞ്ഞെടുത്തു. എന്തോ വലിയ വ്യത്യാസമായി ഇത് തമ്മിൽ. ഈ ജോൺ 3:16 For God so loved the world. അയിരൂരിൽ ഞാൻ വളർന്നു വന്നപ്പോൾ, അയിരൂരെ ഞങ്ങളുടെ ചർച്ചിൽ ഒരു യൂത്ത് മീറ്റിംഗ് നടന്നത് ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു. എനിക്കത് വളരെ കൗതുകമായി തോന്നി. കാരണം ആ യൂത്ത് മീറ്റിംഗിൽ ഒരു യൂത്ത് ആക്ടിവിറ്റി ചെയ്യുവാൻ വന്ന ഒരു വ്യക്തി ജോൺ 3:16 ഞങ്ങളെ പഠിപ്പിച്ചിട്ട് വേൾഡിന്റെ സ്ഥാനത്ത് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിടാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വളരെ കൗതുകത്തോടെ For God so loved Joe എന്ന് എഴുതി. ആ ഹോളിൽ നിന്ന് തിരിച്ച് ഞാൻ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. എത്രയോ നാൾ മുതലേ അറിയാവുന്ന ആ വാക്യം, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവരെ നൽകുവാൻ തക്കവണ്ണം ജോയെ സ്നേഹിച്ചു എന്ന് ഞാനത് ആക്കി വായിച്ചു. എന്നാൽ ഇന്ന് ദിവസം, ഈ കൺവെൻഷൻ 4-ാം ദിവസം ഞാൻ ആ വാക്യം നോക്കുമ്പോൾ, I will never do that crime to that scripture, that word. എന്നെ അവിടെ പ്രതിഷ്ഠിക്കുമ്പോൾ സംഭവിക്കുന്നത് സ്വാർത്ഥതയുടെ ഒരു വായന തുടങ്ങുകയാണ്. അവിടെ എന്നെ സ്നേഹിച്ചു, ഇനി എന്നെ മാനിക്കും, എനിക്കെല്ലാം തരും. വാക്യം മാറ്റരുത്. ലോകത്തെ സ്നേഹിച്ചത് കൊണ്ട് പുത്രനെ അയച്ചു. എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ലോകത്തിനു വേണ്ടിയാണ്. അബ്രഹാമിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ലോകത്തെ ദൈവം സ്നേഹിച്ചു. വഷളത്വം നിറഞ്ഞ ലോകത്തെ രക്ഷിക്കുവാൻ, ദുഷ്ടത പെരുകിയ ലോകത്തെ രക്ഷിക്കുവാൻ അബ്രഹാമേ വരണം, ഞാൻ അനുഗ്രഹിക്കാം നിന്നെ. എന്തിനെന്നറിയാമോ? നീ നിമിത്തം സകല ജാതികളും, നേഷൻസ് ഷുഡ് ബി ബ്ലെസ്ഡ് ത്രൂ യു. വിശ്വാസികൾക്ക് most of us are ignorant about this. നമ്മളെ എന്തിനാ തെരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ പലരും ചിന്തിക്കുന്നത് it is for my benefit. ഞാൻ എൻ്റെ ചർച്ചക്കാരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും വ്യത്യസ്തമായി, അവർക്കെല്ലാം ജോലി പോകുമ്പോൾ എനിക്ക് ജോലി കിട്ടുന്നു, അവർക്കൊന്നും പ്രൊമോഷൻ ഇല്ലാതിരിക്കുമ്പോൾ എനിക്ക് പ്രൊമോഷൻ കിട്ടുന്നു, മറ്റാർക്കും കാനഡയിൽ പോകാൻ ഒക്കാത്തപ്പം എനിക്ക് മൈഗ്രേഷൻ കിട്ടുന്നു. ഇതെന്തോ ഒരു വായനയാണ് എന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. 3 വാക്യങ്ങൾ നമ്മൾ സാധാരണഗതിയിൽ വലിച്ച് കീറി ആശയങ്ങൾ നഷ്ടപ്പെടുത്തി പൊതുവായ നമ്മുടെ സമൂഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന 3 വാക്യങ്ങൾ ചിന്തയെ ഉണർത്താൻ വേണ്ടിയായി കാര്യങ്ങൾ പറയുന്നത്. ശരിക്ക് അപഗ്രഥിക്കുവാൻ വേണ്ടി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഏറ്റവും ദുരുപയോഗപ്പെടുന്ന ഒരു വാക്യം 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 9-10 വാക്യങ്ങളാണ്. അതെന്താ വാക്യം? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഒരാവറേജ് ബിലീവറിന്റെ മനസ്സിൽ വരുന്നത് ഈ വാക്യം വായിക്കുമ്പോൾ എന്തിനെ പറ്റിയാണ്? നമ്മൾ ഈ വാക്യം വായിച്ച് ചിന്തിക്കുന്നത് എന്തിനെ പറ്റിയാണ്? ഒന്നുകിൽ കേരളം വിട്ടു പോകാനൊത്തു വേറൊരു രാജ്യത്തേക്ക് ദൈവം സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഒരു വിവാഹാലോചന വരുമ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു, അവരുടെ വീട്ടിൽ പോലും കയറാൻ വേണ്ടി നമുക്ക് യോഗ്യതയില്ല, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. ഇതെല്ലാം സ്വാർത്ഥതയുടെ വായനയാണ്. ഇതെല്ലാം എന്നിൽ തന്നെ കേന്ദ്രീകരിച്ചുള്ള വായനയാണ്. പ്രിയ ദൈവമക്കളെ, ഈ വാക്യത്തിന്റെ അർത്ഥം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല എന്ന് പറയുന്നത് എനിക്ക് ഈ ലോകത്തിൽ കിട്ടിയ ഒരു ലാഭത്തെ കുറിച്ചേ അല്ല.
അതിന്റെ മുമ്പുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഒരുക്കിയ രക്ഷ, ആ രക്ഷ ക്രൂശിൽ വെളിപ്പെടുത്തി. ഈ വലിയ രക്ഷ, ഈ ക്രൂശിനെ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള ഈ രക്ഷയെ, ഈ ക്രൂശിനെ, അത് ഒരു കണ്ണ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യന്റെ കണ്ണിൽ കാണാൻ ഒക്കാത്ത, ഒരു ചെവിയിൽ കേൾക്കാത്ത എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ചെവി കൊണ്ട്, അക്ഷരികമായ ഭൗതിക ചെവി കൊണ്ട് മനസ്സിലാക്കാൻ ഒക്കാത്ത ഉയരത്തിലെ ജ്ഞാനം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല. ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ ഇങ്ങനെയാണോ ദൈവം രക്ഷിക്കാൻ പോകുന്നത്? അവൻ അവിടെ they will stumble upon this truth. ഈ ക്രൂശിനെ നോക്കി തട്ടി വീഴും അവർ. അതല്ലേ 1 കൊരിന്ത്യറിന്റെ പ്രമേയം തന്നെ. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ക്രൂശിനെയും രക്ഷയും കുറിച്ചുള്ള വാക്യം സ്വാർത്ഥവൽക്കരിച്ച്, എന്നെ തന്നെ എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട്, ഞാൻ എൻ്റെ സുഖം മാത്രം മുമ്പിൽ കാണുന്നത് കൊണ്ട്, എൻ്റെ സമ്പത്ത് മാത്രം യേശുവേ ഞാൻ ആരാധിച്ചോളാം, എനിക്ക് തന്നേക്കണമേ, അത് മാത്രം എൻ്റെ മൈൻഡിൽ ഇരിക്കുന്നത് കൊണ്ട് രക്ഷയും ക്രൂശും പോലും മാറ്റി ഞാൻ എന്നെ അവിടെ പ്രതിഷ്ഠിക്കുന്നു. ഞാൻ എൻ്റെ തന്നെ ദൈവമായി മാറുന്നു. എഫേസ്യർ 3:20-21 അടുത്ത വാക്യം. ഇത് സാധാരണ സാക്ഷ്യങ്ങളിലൊക്കെ കേൾക്കാം. അടുത്ത ഉദാഹരണമാ സ്വാർത്ഥവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ ബൈബിൾ വായനയുടെ ഉദാഹരണം. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. എന്താ ഈ വാക്യത്തിന്റെ അർത്ഥം? ജോ എന്ന വ്യക്തി ഞാൻ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി, ഇത്രയുമൊന്നും ആഗ്രഹിച്ചതല്ല. എങ്ങനെങ്കിലും മസ്കറ്റിൽ വന്നൊന്ന് ഒരു 5 വർഷം ജോലി ചെയ്യണമെന്നാ കരുതിയത്. പക്ഷേ ഞാൻ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ഇന്ന് 20 വർഷം കഴിഞ്ഞിട്ടും മറ്റെന്റെ കൂടെ വന്നവർ പലരും ജോലി പോയി തിരിച്ചു പോയിട്ടും ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും സ്വാർത്ഥതയുടെ വായനയല്ലേ അത് എന്നെ തന്നെ സ്നേഹിച്ചുകൊണ്ടുള്ള വായനയല്ലേ? ആ വാക്യത്തിന്റെ അർത്ഥം ദൈവ സ്നേഹത്തെ ഒരാൾ രുചിച്ചറിയുവാൻ, അതിന്റെ നീളം, ആഴം, ഉയരം, വീതി, ഇതിനെ മനസ്സിലാക്കുവാൻ വേണ്ടി ഓരോ ദിവസവും യാചിക്കുമ്പോൾ, ഐ വാണ്ട് ടു നോ ദ ലവ് ഓഫ് ഗോഡ്, എനിക്ക് ദൈവ സ്നേഹത്തെ രുചിച്ചറിയണം. പാപിയായ എന്നെ, ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ എന്നെ, നരക കവാടങ്ങൾ ലക്ഷ്യമാക്കി നടന്ന എന്നെ ദൈവം തെരഞ്ഞെടുത്ത സ്നേഹത്തെ എനിക്കൊന്ന് മനസ്സിലാക്കണം. അതിന്റെ ഉത്തരമാ നീ ചോദിക്കുന്നതിനെക്കാട്ടിൽ, നീ നിനക്കുന്നതിനേക്കാൾ അത്യന്തം പരമായി ആ സ്നേഹത്തിന്റെ ആഴം, ഉയരം, നീളം, വീതി നിനക്ക് ഞാൻ അനുഭവിച്ചു തരാം. എന്തൊരു ഭയങ്കര അവസ്ഥയിലാണ്, ഒരു ഭയാനകമായ അവസ്ഥയിലാണ് നമ്മുടെ സമൂഹമായിരിക്കുന്നത്. സ്വാർത്ഥതയെ ഉണർത്തുന്ന പ്രസംഗങ്ങൾ, സ്വാർത്ഥതയെ ന്യായീകരിക്കുന്ന പ്രവചനങ്ങൾ, സ്വാർത്ഥതയിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾ, ഇതെല്ലാം സ്വാർത്ഥതയുടെ ഒരു പുതിയ സമൂഹം ആയില്ലല്ലോ. നമ്മൾ പുതിയ മനുഷ്യരായില്ലല്ലോ. പുതിയ ഹൃദയം നൽകപ്പെട്ട, ആ പുത്തൻ ഊത്തൽ കിട്ടിയ, ഉൽപ്പത്തി പുസ്തകത്തിൽ 6-ാം ദിവസം ദൈവത്തിന്റെ കയ്യാൽ ഉണ്ടാകപ്പെട്ട മനുഷ്യൻ, അതിന്റെ പ്രതിരൂപമായി യേശു. പീലാത്തോസിന്റെ മുമ്പിൽ നിന്ന് പീലാത്തോസ് പറയുന്നു, ഇതാ മനുഷ്യൻ. എന്നാൽ ഉയർത്തെഴുന്നേറ്റ യേശു, ന്യൂ ക്രിയേഷനെ കാണിക്കുന്ന യേശു ശിഷ്യന്മാരെ ഊതി പറയുന്നു, ആത്മാവിനെ സ്വീകരിക്കണം. ഈ ഒരു പൂന്തോട്ടത്തിൽ അടുത്തൊരു ഏദൻ തുടങ്ങുന്നു. നിങ്ങൾ പുതിയ മനുഷ്യരാണ്, പുതിയ ആറ്റിറ്റ്യൂഡുള്ള, പുതിയ ചിന്താഗതിയുള്ള, സമ്പത്തിനെ സ്നേഹിക്കാത്ത, സ്വാർത്ഥത ഇല്ലാത്ത പുതിയ മനുഷ്യർ. മറ്റുള്ളവരെ കാട്ടിൽ നമ്മൾ പലപ്പോഴും സമ്പത്തിനെ സ്നേഹിക്കുന്നവരായല്ലേ കാണപ്പെടുന്നത്. അടുത്തൊരു വാക്യം കൂടെ പറഞ്ഞു വേഗത്തിൽ പോകാം. 1 പത്രോസ് 5:6 ഏറ്റവും കൂടുതൽ ദുർവ്യാഖ്യാനിക്കപ്പെടുന്ന നമ്മുടെ സമൂഹത്തിലെ അടുത്ത വാക്യമാണ്. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരുപ്പീൻ. എന്താ ഈ വാക്യത്തിന്റെ അർത്ഥം? എന്താ അർത്ഥമെന്ന് ചോദിച്ചാൽ, സാധാരണഗതിയിൽ ഈ ഭൗതികമായ കള്ളന്മാർ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതും തുരുമ്പരിക്കുന്നതുമായ ഈ ലോകത്തിൽ ആവശ്യങ്ങളെല്ലാം തരാമെന്ന് യേശു പറഞ്ഞിരിക്കുക. പക്ഷെ ഈ ലോകത്തിലെ എന്തെങ്കിലും ഒരു കാര്യം ലഭിക്കുമ്പോൾ പറയുന്നതാ തക്ക സമയത്ത് ഉയർത്ത്. ഈ വാക്യത്തിന്റെ പശ്ചാത്തലം എന്താകുന്നു? എന്താ വാക്കിന്റെ അർത്ഥം? അതുകൊണ്ട് തക്ക
തക്ക സമയം എന്ന് പത്രോസിന്റെ ലേഖനത്തിൽ പഠിക്കേണ്ട ഒരു പ്രയോഗമാ. സമയം, തക്ക സമയം, തക്ക സമയം. 1 അധ്യായം 4 വാക്യത്തിൽ സമയം, 2:12 സമയം. തക്ക സമയത്ത് ഉയർത്തേണ്ടതിനെന്ന് പറഞ്ഞാൽ അത് യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കാണിക്കുന്ന വാക്യമാ. വിശ്വാസികളെ, പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമാ, ഈ ലോകത്തിൽ നിങ്ങൾക്ക് അപമാനമാ, ഈ ലോകത്തിൽ നിങ്ങൾക്ക് നിന്ദയാ. പക്ഷേ തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്താൻ, യേശു കർത്താവിന്റെ മടങ്ങി വരവിങ്കിൽ നിങ്ങൾ അവരോടൊപ്പമായിരിക്കുന്ന വലിയ സൗഭാഗ്യം. തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ബലമുള്ള കൈക്കീഴിൽ ഈ ലോകത്തിൽ താണിരുന്നോ, ഈ ലോകത്തിൽ താണിരുന്നോ എന്നാ അതിന്റെ അർത്ഥം. എന്നാൽ ഇതിനെ മാറ്റിക്കോട്ടി പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ they distort God's word, they peddle God's word. ലാഭത്തിന് വേണ്ടി, വേദികൾക്ക് വേണ്ടി, മനുഷ്യരുടെ കയ്യടിക്ക് വേണ്ടി ഇതെല്ലാം കർണരസകരമാക്കി മനുഷ്യരെ കൊഴുപ്പിക്കുന്നത് ഭൗതിക ലാഭങ്ങൾക്ക് വേണ്ടി ആക്കി തീർത്ത ബൈബിൾ വായന വിട്ടോടണം നമ്മൾ 2021. ഇന്നത്തെ പാഠത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഈ മുഖവര അത്യാവശ്യമാണ് എന്നെന്റെ മനസ്സിൽ തോന്നിയത് കൊണ്ടാണ് ഈ മുഖവര ഇതിന്റെ കൂടെ കയറ്റിയത്. നമ്മൾ ഇന്നലെ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഒരു വിധത്തിലും അനൈക്യത ടോളറേറ്റ് ചെയ്യാൻ ഒക്കത്തില്ല, ഈവൻ വിത്ത് സ്പിരിച്വൽ തിങ്സ്. കൊലോസ്യ സഭയിൽ നടക്കുന്നത് ആത്മീകതയുടെ പേര് പറഞ്ഞ് ഉന്നത ഭാവമുള്ളവർ, അവർ തലയെ മുറുകെ പിടിക്കാതെ എന്ന് പറഞ്ഞാൽ ശരീരവുമായി ബന്ധമില്ലാതെ, യേശുവുമായി ബന്ധമില്ലാതെ ഒരു പ്രൈവറ്റ് സ്പിരിച്വാലിറ്റിയിൽ ദർശനമാണ് ഉള്ളത്. പക്ഷെ ആ ദർശനത്തിനൊരു പ്രശ്നമുണ്ട്, ചീർപ്പിക്കുന്ന ദർശനമാണ്. മറ്റുള്ള വിശ്വാസികളെ താഴെ കാണുന്ന ഒരു തരം ആത്മീകത. ആ ആത്മീകത അന്യോന്യം പോരിന് വിളിക്കുന്ന ആത്മീകതയാണ്. അതിനെ തുടർച്ചയായി ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഈ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗലാത്യ ലേഖനം, ആ ലേഖനത്തിന്റെ പ്രമേയം നമ്മൾ കാണാതെ പോകരുത്. 1 അധ്യായം 6 വാക്യത്തിൽ എല്ലാവരും ഗലാത്യ ലേഖനം 1 അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയൊന്ന് തിരിക്കണം. ഈ ദൈവകൃപയെ യഥാർത്ഥമായി തിരിച്ചറിഞ്ഞാൽ എന്തോ സംഭവിക്കും. 1:6 നമ്മൾ വായിച്ചു വിട്ടൊരു വാക്യമാണ്, പക്ഷെ ഒരു പ്രാവശ്യം കൂടെ ഞാൻ വായിക്കാൻ പോവുക. എല്ലാവരും ശ്രദ്ധിച്ചു നോക്കണം. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ. ആ വാക്ക് ശ്രദ്ധിക്കണം. ദൈവകൃപയെ നിങ്ങൾ യഥാർത്ഥമായി രുചിച്ചറിഞ്ഞോ എന്നുള്ളതാണ് ചോദ്യം. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ മറ്റൊരു സുവിശേഷം. എന്താ ഈ മറ്റൊരു സുവിശേഷത്തിന്റെ പ്രത്യേകത? അത് എന്താ ഈ ഗലാത്യ സമൂഹത്തിൽ ചെയ്തത്? എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ 5 അധ്യായം 4 വാക്യം എല്ലാവരും ഒന്ന് നോക്കി. ഈ മറ്റൊരു സുവിശേഷം പൗലോസ് പറയുന്നു, ഞങ്ങളുടെ സുവിശേഷം, ഈ സുവിശേഷം അത് മറ്റേ സുവിശേഷം പോലല്ല. ഏതാ ഈ മറ്റൊരു സുവിശേഷം? അതർ ഗോസ്പൽ. അത് എന്തു ചെയ്തു ഗലാത്യ സമൂഹത്തിൽ? 5 അധ്യായം 4 വാക്യം ശ്രദ്ധിക്കൂ. അവിടെ ഒരു പദപ്രയോഗമുണ്ട്, അടിവരയിട്ട് ചിന്തിക്കേണ്ടതാണ്. ഇന്നത്തെ നമ്മുടെ സമൂഹങ്ങളിൽ നടന്നു പോയി പലരിലും ആ അനുഭവം. നോക്കിയേ 5 അധ്യായം 4 വാക്യം. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ. അപ്പൊ മറ്റൊരു സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവകൃപയിലല്ല ഇപ്പൊ നിൽക്കുന്നത്. ഇപ്പൊ പറയാനുള്ളത് ഒരുപാട് പുകഴ്ചയാ. 35 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ അപ്പൂപ്പന്മാർ, അപ്പച്ചന്മാർ അവർ ചെയ്തതാണ് അവിടുത്തെ ഹോള്. ഞാനാണ് ഏറ്റവും കൂടുതൽ കൊടുത്തത്. എല്ലാ ആഴ്ചയും ഞങ്ങൾ ഇത്ര സമയം ഇങ്ങനെ മാറ്റിവെക്കുന്നു. ഒരു ഉന്നത ഭാവം. ഞാൻ എൻ്റെ പ്രവൃത്തിയാൽ തന്നെ വലുതായി തോന്നുന്നു. അതല്ലേ 5:4. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ. യഥാർത്ഥ കൃപയുടെ സുവിശേഷത്തെ വിട്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്റെ പ്രവൃത്തിയല്ല, ഇത് ദൈവകൃപയാലാണ് എന്നെ അംഗീകരിച്ചതെന്നുള്ള സത്യം വിട്ട് ഞാൻ എൻ്റെ പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ, അത് ഉന്നത ഭാവമായി വരുമ്പോൾ, അത് ആത്മീകത, ഒരു സൂപ്പർ സ്പിരിച്വാലിറ്റി ആയി വരുമ്പോൾ അതിനെ വിളിക്കുന്നത് നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ വേർപെട്ടു പോയി. നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. ആ വാക്ക് ശ്രദ്ധിക്കൂ. കൃപയിൽ നിന്ന് വീണു പോകാൻ സാധ്യതയുണ്ടോ? ഇതും വിശ്വാസികളോടാ എഴുതുന്നത്.
സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കുന്നത് കൃപയിൽ നിന്ന് വീണു പോകുക എന്ന് പറഞ്ഞാൽ ഒരുവൻ അധാർമികതയിലേക്ക് പ്രവേശിച്ചു, ദുഷ്ടത ചെയ്തു, മദ്യപാനത്തിലായി, വെറുക്കൂത്തിലായി, ഇതെല്ലാം കൃപയെ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തികളാ, സംശയമില്ല. കൃപയെ തിരിച്ചറിയാതെ സ്വന്തം ജഡത്തിന്റെ അഭിലാഷങ്ങൾ കേൾപ്പിച്ചു കൊടുക്കുന്ന ജീവിത ശൈലി കൃപയെ നഷ്ടപ്പെടുത്തുക തന്നെയാണ്. എന്നാൽ ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കണം. ഗലാത്യ ആൾക്കാരെ, നിങ്ങൾ എന്താ മദ്യപിക്കാൻ പോയോ? അവര് പറയും പോയില്ല. നിങ്ങൾ വെറുക്കൂത്തിന് പോയോ? പോയില്ല. പിന്നെ എങ്ങനെയാ നിങ്ങൾ കൃപയിൽ നിന്ന് വീണു പോയത്? എങ്ങനെയാന്ന് ചോദിച്ചാൽ, കൃപ, യഥാർത്ഥ കൃപയെ തിരിച്ചറിയാതെ ഒരു ഉന്നത ഭാവം വന്നു. ഞാൻ സീനിയറാണ്, ഞാൻ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നവനാണ്, ഞാൻ അവരെ പോലെ അല്ല എന്നൊരു ചിന്ത വന്നപ്പോൾ അതിനെ പൗലോസ് വിളിക്കുകയാ കൃപയിൽ നിന്ന് വീണുപോയതിന്റെ ലക്ഷണമാണത്. ന്യായപ്രമാണത്താൽ നീതീകരിക്കാൻ നോക്കുന്ന, എന്റെ പ്രവൃത്തിയാലുള്ള ആ അഭിമാനം ഉണ്ടാക്കുന്ന അവസ്ഥ. ഈ ന്യായപ്രമാണത്തിന്റെ പ്രത്യേകത എന്താ ഈ കൃപയിൽ നിന്ന് വീണു പോകുന്നത്? നിങ്ങൾ ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ ന്യായപ്രമാണത്തിന്റെ പ്രശ്നം എന്താ? ശ്രദ്ധിക്കണം. ന്യായപ്രമാണം നമ്മളെ ജീവിക്കാൻ സഹായിക്കുന്നില്ല എന്ന് പൗലോസ് പറയുന്നു. തെറ്റേതാ ശരിയേതാ എന്ന് പറഞ്ഞു തരുന്നു, പക്ഷെ ജീവിക്കാനുള്ള ശക്തിയില്ല, ഉള്ളിൽ ഹൃദയമാറ്റമില്ല, എക്സ്റ്റേണൽ ഒബീഡിയൻസ് മാത്രം. ഗലാത്യലേഖനം 3:14 മുതലുള്ള വാക്യങ്ങളിലുണ്ട്. എന്നാൽ ന്യായപ്രമാണത്തിന് വേറൊരു പ്രത്യേകതയും ഉണ്ട്. നമ്മുടെ യഥാർത്ഥ സുവിശേഷത്തെക്കുറിച്ചുള്ള, യഥാർത്ഥ ദൈവകൃപയെക്കുറിച്ചുള്ള ചിന്തയിൽ ഇന്നലത്തെ പാഠവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വാക്കാണിത്. ന്യായപ്രമാണത്തിലേക്ക് ചാരുമ്പോൾ കൃപയിൽ നിന്ന്, യഥാർത്ഥ ദൈവകൃപയിൽ നിന്ന് വീണു പോകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 2-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ന്യായപ്രമാണത്തിന്റെ ഒരു സ്വഭാവം എഴുതിയിട്ടുണ്ട്. ഗലാത്യലേഖനം 2-ാം അധ്യായം 15-ാമത്തെ വാക്യം എല്ലാവരും ശ്രദ്ധിച്ചേ. നമ്മൾ ചിലപ്പോൾ പറയും, പരിച്ഛേദന ഞങ്ങൾ ഏറ്റില്ല, ഞങ്ങൾ പ്രത്യേക ദിവസങ്ങളൊന്നും ആചരിച്ചില്ല, ഞങ്ങൾ ശാബത്തൊന്നും ആചരിച്ചില്ല. പക്ഷെ ഈ ന്യായപ്രമാണത്തിന് തുല്യമായിട്ടുള്ള മതഭക്തി ഇന്ന് പെന്തക്കോസ്റ്റൽ സമൂഹത്തിൽ കേടിക്കൂടി. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന പാരമ്പര്യങ്ങൾ, നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന പഴയ ഉടമ്പടിയിൽ ഉണ്ടായിരുന്ന ചിഹ്നം പോലെ നമ്മൾ സഭയിൽ വലുതായി കാണുന്ന മനുഷ്യ സമ്പ്രദായങ്ങൾ, അത് പാലിക്കാത്തവരെ, വചനത്തിന് വിരുദ്ധമായെന്നല്ല, ട്രഡീഷനെ നമ്മൾ വചനത്തിന്റെ ബേസിസ് ഇല്ലാതെ പോലും ഉണ്ടാക്കിയെടുത്ത നമ്മുടെ തന്നെ കംഫർട്ട് സോണിനെ ഒരാള് തെറ്റിക്കുന്നത് കാണുമ്പോൾ, ഞാൻ പറഞ്ഞ പോലെ സൺഡേ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുന്നത് നല്ലതാ എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരാളെ കാണുമ്പോൾ, ഐ ഡോണ്ട് തിങ്ക് യു ആർ സ്പിരിച്വൽ, I don't think you can worship the Lord. ആ ഒരു ചിന്ത, a sense of superiority. ഞാൻ പറഞ്ഞല്ലോ, വൈറ്റ് ഷർട്ട് ഇഷ്ടമാണ്, അത് നല്ലതാണ്. എന്നാൽ വേറൊരു വസ്ത്രം നിറമുള്ള ഒരാളിനെ കാണുമ്പോൾ, ആർ യു സ്പിരിച്വൽ? പെട്ടെന്നുണ്ടാകുന്ന ആ വിധി ഇതല്ലേ? നോയിക്കേ, 2:16 ശ്രദ്ധിക്കണം. 2-ാം അധ്യായം ഗലാത്യലേഖനം 2:16, 15 ആദ്യം വായിക്കാം. നാം സ്വഭാവത്താൽ ജാതികളിൽ നിന്ന് പാപികളല്ല, ജാതികളിൽ നിന്നുള്ള പാപികളല്ല, യഹൂദന്മാരത്രേ. ആ വ്യത്യാസം കണ്ടോ? നമ്മൾ പാപികളെ പോലെയല്ല, നമ്മൾ യഹൂദരത്രേ. പൗലോസ് പറയുക, ലോയുടെ പ്രത്യേകത, ഇറ്റ് ഡിവൈഡ്സ് പീപ്പിൾ. ജീവിക്കാൻ ശക്തിയില്ലെന്ന് മാത്രമല്ല, ഈ ന്യായപ്രമാണം എന്നുള്ളത് രണ്ടാക്കി തിരിക്കും മനുഷ്യരെ. ഒരു കൂട്ടർക്ക് ഒരു ഫീലിംഗ് കൊടുക്കും, ട്രഡീഷൻ അനുസരിക്കുന്നവർക്ക് ഒരു ഫീലിംഗ് കൊടുക്കും. വി ആർ ഗ്രേറ്റർ, വി ആർ സുപ്പീരിയർ ബിക്കോസ് വി ഡോണ്ട് ഡു സർട്ടൻ തിങ്സ്, ഓർ ബിക്കോസ് വി ഡു സർട്ടൻ തിങ്സ് വി ആർ ഗ്രേറ്റർ. പക്ഷെ പൗലോസിന് പറയാനുള്ളത്, ദൈവ കൃപയെ അറിഞ്ഞോ? ഈ ചെയ്തത് കൊണ്ടാണോ നിൽക്കുന്നത്? 2:15 ഒന്നുകൂടെ വായിക്കുന്നു. നാം സ്വഭാവത്താൽ ജാതികളിൽ നിന്നുള്ള പാപികളല്ല. അപ്പൊ ജാതികളെല്ലാം എന്താ? പാപികൾ. കാരണം എന്താ? ന്യായപ്രമാണമില്ല, നമ്മൾ യഹൂദരത്രേ. എന്നിട്ട് പൗലോസ് പറയുക, 16-ാം വാക്യം, എന്നാൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കൊണ്ട് നാമും ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ അല്ല, ശാബത്ത് നോക്കുന്നത് കൊണ്ടല്ല,
പരിച്ഛേദന ഏറ്റത് കൊണ്ടല്ല, അതുകൊണ്ടല്ല, ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാലല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തു യേശുവിൽ വിശ്വസിച്ചു. ജ്ഞാനത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ലല്ലോ. ഗലാത്യ സഭയിലെ പ്രശ്നം കൃപയിൽ നിന്ന് വീണെന്ന് പറഞ്ഞാൽ യഥാർത്ഥ ദൈവകൃപ നമ്മളെ ഹ്യൂമിലിറ്റിയിലേക്കാണ് കൊണ്ടുവരേണ്ടത്. 30 വർഷം കഴിഞ്ഞാലും ദൈവസഭയിൽ വന്ന് ദൈവ മുമ്പാകെ വിശുദ്ധന്മാരുടെ നടുവിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വരേണ്ടത്, ലോർഡ്, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് യുവർ ഗ്രേസ്, നോട്ട് മൈ മെറിറ്റ്, ഇറ്റ് ഈസ് നോട്ട് എ പ്രിവിലേജ്, ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. ദൈവ കൃപയാൽ എന്നെ വിളിച്ചു, എന്റെ ഉത്തരവാദിത്തമാ മറ്റുള്ളവരോട് ഈ സദ്വർത്തമാനം പറയാൻ. നമ്മൾ എന്നെ തന്നെ നോക്കി ഫോർ ഗോഡ് സോ ലവ്ഡ് ജോയ് എന്നല്ല, ഫോർ ഗോഡ് സോ ലവ്ഡ് ഏബ്രഹാം എന്നല്ല, for God loved the world. ഈ ഭൂമിയെ സ്നേഹിച്ചതുകൊണ്ട്, ലോകത്തെ സ്നേഹിച്ചതുകൊണ്ട് എന്നെ തെരഞ്ഞെടുത്തു. ഇത് ദൈവകൃപയാണ്. ഇത്രയും നാള് മുമ്പ് ഞാൻ ദൈവത്തെ അറിഞ്ഞത് ദൈവകൃപയാണ്. എനിക്ക് ദർശനമുണ്ടെങ്കിൽ അത് ദൈവകൃപയാണ്. അത് സഭയെ പിളർത്തേണ്ടതല്ല എന്നാ പൗലോസ് പറയുന്നത്. എന്നിട്ട് 2:21 ശ്രദ്ധിക്കണം. 2:21 വാക്യം, ഗലാത്യ ലേഖനം 2:21, ഞാൻ ദൈവത്തിന്റെ കൃപ വൃഥാവാക്കുന്നില്ല. അപ്പൊ എന്താ ഗലാത്യ സഭയിലെയും പ്രധാന പ്രശ്നം? യഥാർത്ഥ ദൈവകൃപയെ ആൾക്കാർ അറിയുന്നില്ല. പിന്നെ എന്താ അറിയുന്നത്? ദൈവകൃപ ദൈവകൃപ എന്ന് പറയുന്നത് എനിക്കെന്തെങ്കിലും ചെയ്ത് കിട്ടിയത്, ഞാൻ വലുതായി തീർന്നത്, ഓൾ ബിക്കോസ് ഓഫ് ഗോഡ്സ് ഗ്രേസ്. ചിലർ സാക്ഷ്യം പറയുന്ന പോലെ ഓൾ ബിക്കോസ് ഓഫ് ഗോഡ്സ് ഗ്രേസ്. യെസ്, അത് ശരിയാണ്. എന്നാൽ യഥാർത്ഥ ദൈവകൃപയെ അറിയുമ്പോൾ ഞാൻ താഴ്മയുള്ളവനായി തീരുകയും എന്റെ ഉന്നത ഭാവം പോകുകയും. അവിടെ പൗലോസ് പറയുന്നത്, നേരത്തെ നമ്മൾ ചിന്തിച്ചു വെച്ചത് നമ്മളെല്ലാം യഹൂദരാ, ഇവരെല്ലാം ജാതികളാ, ന്യായപ്രമാണം ഇല്ലാത്തവർ. പക്ഷെ 2:21 ഞാൻ ദൈവത്തിന്റെ കൃപ വൃഥാവാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കൃപയിൽ നിന്ന് വീഴാൻ താല്പര്യപ്പെടുന്നില്ല. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം എല്ലാരും കേട്ടോ. പൗലോസ് യവനായ ആളിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പൗലോസിന് ഒരു പ്രശ്നവും ഇല്ല. ഈ യഥാർത്ഥ കൃപയെക്കുറിച്ച് പറയാൻ ഒരു മുഖാന്തരമുണ്ട്. 2-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളിൽ നമുക്കാർക്കെങ്കിലും ഈ സത്യം മനസ്സിലായില്ലെങ്കിൽ നമുക്ക് അതിശയിക്കണ്ട. കാരണം പത്രോസിന് പോലും ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പൗലോസിനെ കാട്ടിൽ മുമ്പ് ശുശ്രൂഷയിൽ വന്ന 2-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളിൽ പത്രോസ് അപ്പോസ്തോലൻ ജാതികളുടെ കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചു. പക്ഷേ യെരുശലേമിൽ നിന്ന് ആളുകൾ വരുന്നു എന്ന് കേട്ടപ്പോ പതുക്കെ പുറമോട്ടങ്ങ് മാറി. പൗലോസ് എന്താ പറഞ്ഞതെന്നറിയാമോ? ഇത് കപടഭക്തിയാണ്. നിനക്കൊരു തോന്നലുണ്ട്, യു ആർ സുപ്പീരിയർ. പത്രോസേ, ഞാന് വാസ്തവത്തിൽ ചിന്തിക്കുക, സുവിശേഷം തന്നെ അല്ലെങ്കിൽ വൈകല്യമായി പോയതിനെയും പൗലോസിന്റെ റെബ്യൂക്ക് ഇല്ലായിരുന്നെങ്കിൽ പത്രോസിനെ പബ്ലിക്കായിട്ട് പൗലോസ് റെബ്യൂക്ക് ചെയ്തു. യു മസ്റ്റ് ബി ഏർലിയർ ഇൻ മിനിസ്ട്രി. എന്നെക്കാട്ടിൽ മുമ്പേ ഇറങ്ങിയ ആളായിരിക്കാം, പക്ഷേ സുവിശേഷം എന്ന് പറഞ്ഞാൽ, യഥാർത്ഥ ദൈവകൃപ എന്ന് പറഞ്ഞാൽ, പത്രോസേ, ജാതികളുടെ കൂടെ ഇരുന്ന് നീ ഭക്ഷണം കഴിക്കണം. അതാ ദൈവകൃപ. നീ എഴുന്നേറ്റ് മാറുമ്പോൾ ജാതികന് തോന്നുന്ന എന്താണെന്നറിയാമോ? പത്രോസ്, യു ആർ ഗ്രേറ്റർ, വി ആർ ഇൻഫീരിയർ, യു ആർ സുപ്പീരിയർ. പൗലോസ് പറയുക, ചെയ്യരുത്. ദൈവം ഇടിച്ചു കളഞ്ഞതിനെ, ദൈവം വേണ്ട എന്ന് പറഞ്ഞതിനെ നീ പിന്നെയും ഞാൻ പിന്നെയും പണിയരുത്. നമ്മൾ എല്ലാവരും കൃപയാലാണ് നിൽക്കുന്നത്. യഹൂദനായതുകൊണ്ട്, ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഡോണ്ട് തിങ്ക് യു ആർ സുപ്പീരിയർ ദാൻ അതേഴ്സ്. 2021 ദൈവമക്കളെ, വിശ്വാസി സമൂഹമേ, മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന ഏവരുമേ, വാട്ട് ഹാപ്പൻ ടു അസ്? നമുക്കെന്ത് പറ്റി? നമ്മൾ വിശ്വാസത്തിലൊക്കെ ഇറങ്ങുമ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒരു കാര്യം, ഒരു പ്രവണത ഞാൻ പറയാം. പെട്ടെന്ന് അടുത്ത ദിവസം തന്നെ നമ്മൾ ആകെ മാറുന്നു. നമ്മുടെ ചാർച്ചക്കാരിൽ നിന്ന് കട്ട് ചെയ്യുന്നു, നമ്മുടെ റിലേറ്റീവ്സിൽ നിന്നും നമ്മൾ കട്ട് ചെയ്യുന്നു. ഒരു വിവാഹത്തിന് പോയി കഴിഞ്ഞാൽ നമ്മൾ മാത്രം അങ്ങോട്ട് സംസാരിച്ച് നിൽക്കുന്നു. നമ്മൾക്കിത് ദൈവകൃപയാൽ വെളിപ്പെട്ട് കിട്ടിയെന്നുള്ള സത്യം അറിഞ്ഞ് ഞങ്ങൾ വില കൊടുത്തിറങ്ങിയവർ, ഞങ്ങൾ ഇറങ്ങി തിരിച്ചവർ
നിങ്ങളെക്കാട്ടി ശ്രേഷ്ഠർ. ഈ ചിന്ത വരുമ്പോൾ ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് ചോദിക്കട്ടെ, കൃപയെ തിരിച്ചറിഞ്ഞവരുടെ ജീവിത ശൈലി കണ്ടല്ലേ മറ്റുള്ളവർ അകത്ത് വരേണ്ടത്? നമ്മളിലെ ഉന്നത ഭാവം കണ്ടാൽ, നമ്മളിലെ നിഗളം കണ്ടാൽ, നമ്മളിലെ ചീർപ്പ് കണ്ടാൽ ഈ ദൈവത്തിന്റെ മുമ്പിൽ ആര് വരും ദൈവമക്കളെ? അതല്ലേ നമ്മുടെ ചരിത്രം 30-40 വർഷങ്ങൾ പുറകോട്ട് നോക്കുമ്പോൾ, തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാവർക്കും പറയാനുള്ളത് പൊതുവേ ഉള്ള ഒരു കമന്റ്, പെന്റക്കോസ്റ്റൽ പീപ്പിൾ they think they have a big head. എന്തു പറ്റി? കാരണം നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ we are thinking it is my privilege. We are not thinking it is my responsibility. ദൈവകൃപയെ അനുഭവിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നില്ല ഇതെന്റെ ഉത്തരവാദിത്വമാണ്. എന്റെ അയൽവക്കങ്ങളിലുള്ളവരോട്, എന്റെ കുടുംബത്തിൽ തന്നെ അമ്മാച്ചന്മാരോട്, ഉപ്പാപ്പന്മാരോട് കൃപയെ അനുഭവിച്ചവനായ ഞാനാണ് സാക്ഷ്യം പറയേണ്ടത്. അവരെല്ലാം കൂടെ വർത്താനം പറയുമ്പോ ഞാൻ മാറിയിരുന്ന് ഒരു ഉന്നത ഭാവം കാണിക്കുകയല്ല, അത് ദൈവകൃപയെ നഷ്ടപ്പെടുത്തുന്നതിന്റെ ലക്ഷണമാണ്. ഇനി എന്തിനാ വെളിയിലോട്ട് തന്നെ പറയുന്നത്? ചർച്ചിനകത്ത് തന്നെ നോക്ക്. സഭകളുടെ അകത്ത് നമ്മൾ ഇത് കാണുന്നില്ലേ? ഉന്നത ഭാവം. പത്രോസിനെ പോലെയുള്ളവർ ഇനി എന്തോ പറഞ്ഞാലും, എന്തോ സുവിശേഷമാണെങ്കിലും, എന്തോ ദൈവകൃപയാണെങ്കിലും ചില കാര്യങ്ങൾ വരുമ്പോൾ മാറ്റി നിർത്തും, ചില കാര്യങ്ങൾ വരുമ്പോൾ വേർതിരിവ് കാണിക്കും. ഇവിടെ പൗലോസിന് പറയാനുള്ളത്, പത്രോസേ നീ യഥാർത്ഥ ദൈവകൃപയെ തിരിച്ചറിഞ്ഞോ? പൗലോസിന് പറയാനുള്ളത്, ഞാൻ തിരിച്ചറിഞ്ഞു. നമ്മൾ ഓർത്തു നമ്മൾ ശ്രേഷ്ഠരാണെന്ന്, പക്ഷെ നമുക്കും കൃപയാണ്, അവർക്കും കൃപയാണ്. ഇനി ഒരു വ്യത്യാസം ഇല്ല. ഗലാത്യലേഖനം 6:15 ഇത്രയും നേരം ഞാൻ പറഞ്ഞതിനെ ഉൾക്കൊള്ളുന്ന ഒരു സമ്മറിയാ ഗലേഷ്യൻസ് 6:15. അവിടെ എന്താ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. ഇതുവരെ ബൈബിളിൽ അത് അണ്ടർലൈൻ ചെയ്തില്ലെങ്കിൽ ഞാൻ എൻ്റെ സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്, പ്ലീസ് മെഡിറ്റേറ്റ് ദാറ്റ് വേഴ്സ്. ഞാൻ എന്ത് ചെയ്തു, ഞാൻ എന്ത് ചെയ്തില്ല എന്നുള്ളതല്ല. ഡിഡ് യു ഫാസ്റ്റ് 3 days? That is good. Fasting is good. പക്ഷേ ആ ഫാസ്റ്റിംഗ് എന്നിൽ ഒരു വലിയ ചീർപ്പാ കൊണ്ടുവരുന്നതെങ്കിൽ, ഒരു ഉന്നത ഭാവമാ കൊണ്ടുവരുന്നതെങ്കിൽ, ആ ഫാസ്റ്റിംഗിന്റെ ആകത്തുക എന്താണ്? ഇവിടെ പറയുന്നത് എക്സ്റ്റേണൽ പ്രവൃത്തി, ഞാൻ കുറെ സുപ്പീരിയർ ഫീലിംഗ് അല്ല. വാട്ട് ഈസ് നീഡഡ് ഈസ് ന്യൂ ക്രിയേഷൻ. പുതിയ സൃഷ്ടികളാകണം. സംക്ഷിപ്തമായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ആ സുവിശേഷം, ഈ യഥാർത്ഥ സുവിശേഷം, യഥാർത്ഥ ദൈവകൃപയെ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മളിലൂടെ അത് ഫലം കായ്ക്കട്ടെ, നമ്മളിലൂടെ അത് വർദ്ധിക്കട്ടെ. ഒരു പുതിയ ഏദൻ തോട്ടമായി നമ്മുടെ വീടുകൾ മാറട്ടെ, ഒരു പുതിയ സമൂഹമായി നമ്മുടെ കൂടിവരവ് മാറട്ടെ. നമ്മുടെ ചാർച്ചക്കാര് നമ്മളെ നോക്കി പറയേണ്ടത്, ഒരുപാട് പേര് മുങ്ങിപ്പൊങ്ങിയത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പലരിലും കണ്ടത് പിന്നെ നിഗളമാണ്, പലരിലും കണ്ടത് പിന്നെ ഞങ്ങളെ കുത്തുന്നതാ. പക്ഷെ ഇവനിൽ ഒരു വ്യത്യസ്തത കാണുന്നു. വി സീ ഹ്യൂമിലിറ്റി ഇൻ ഹിം. അവിടെ നിന്നാ കൊള്ളാവുന്നുണ്ട്, പക്ഷെ അതിവേഗത്തിൽ പോകണം സമയത്തിന്റെ പരിമിതി കൊണ്ട്. ഇവിടെ എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ ഒരു കാര്യം കൂടെ അത്യാവശ്യമായി കൊണ്ടുവരണം. കാരണം സവിസ്തരമായി നമ്മൾ ഇത് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ സ്വപ്നം എന്നുള്ളത് പുതിയ സൃഷ്ടിയാകണം. ഒരാൾ മാത്രമല്ല, സമൂഹം, സൃഷ്ടികൾ സമൂഹം ഉണ്ടാക്കണം. അതാണ് എക്കാലത്തെയും ദൈവത്തിന്റെ സ്വപ്നം. അതാണ് യഥാർത്ഥ സുവിശേഷം. എല്ലാ നടുച്ചുവരുകളും ഇടിക്കുന്ന സുവിശേഷം. ദൈവകൃപയെ മാത്രമേ കാണുന്നുള്ളൂ, മനുഷ്യ പ്രവർത്തികളല്ല മുമ്പിൽ നിൽക്കുന്നത്. വാസ്തവത്തിൽ ന്യായപ്രമാണം കൊടുക്കുമ്പോ ആ 10 കൽപ്പനയിലെ 6 എണ്ണം, ആദ്യത്തെ 4 എണ്ണം ദൈവത്തോടുള്ള ബന്ധത്തിൽ, ആ 6 എണ്ണം അവസാനത്തെ, നമ്മളെല്ലാവരും സന്ദേശം കേൾക്കുന്നവരാണ്, പ്രസംഗം കേൾക്കുന്നവരാ, നമ്മൾ ഇതിനോടകം കേട്ടിട്ടുണ്ട്. ഇറ്റ് ഈസ് അബൌട്ട് വാട്ട്? ആ 6 കൽപ്പന എന്തിനെ പറ്റിയാ? ഇറ്റ് ഈസ് അബൌട്ട് വൺ അനദർ. പുതിയ സൃഷ്ടികൾ നിങ്ങൾ ആകണമെന്നല്ലേ?
നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. ഇത് പ്രൈവറ്റ് സ്പിരിച്വാലിറ്റി ആണോ? ഇത് അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ മുറിക്കകത്ത് ഞാൻ കയറി ലോക്ക് ഇട്ടോണ്ടിരിക്കുകയാണ്. ഐ ആം സ്പിരിച്വൽ, എനിക്ക് ദർശനം കിട്ടുന്നു, നിങ്ങൾക്കൊന്നും മനസ്സിലാകാനൊക്കാത്ത ഒരു ആത്മീക മണ്ഡലത്തിലാണ് ഞാൻ. അതാണോ ഇത്? ഇത് യഥാർത്ഥമായി ഒരു സമാധാനമുള്ള കുടുംബം, അതിന്റെ കാഴ്ചപ്പാടല്ലേ? അപ്പനെ അമ്മയും ബഹുമാനിക്കുക. അടുത്തത്, കൊല ചെയ്യരുത്. ഇറ്റ് ഈസ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് മീ, ഗോഡ്. അതല്ല. ആദ്യത്തെ 4 എണ്ണം അതാ, എന്നാൽ 6 എണ്ണം ഇറ്റ് ഈസ് വൺ അനദർ. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, ഇന്റർപേഴ്സണൽ, മോഷ്ടിക്കരുത്, കൂട്ടുകാർ നേരെ കള്ളസാക്ഷ്യം പറയരുത്, ഭവനത്തെ മോഹിക്കരുത്. ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ കൊടുക്കുന്ന സീനായി പർവ്വതത്തിൽ കൊടുക്കുന്ന ആ ഒരു അന്തരീക്ഷം മനസ്സിൽ ഭാവന ഒന്ന് ചെയ്യണം. ഒരു നിമിഷം കേട്ടോ. കൽപ്പനകളുമായിട്ട് വരികയാണ്. ആകത്തുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കണം, കൂട്ടുകാരനെ സ്നേഹിക്കണം. അതാണ് ആകത്തുക. ഈ 10 കൽപ്പനയുടെ സാരാംശം വർഷിപ്പ് ഗോഡ്, ലവ് ദ പീപ്പിൾ അറൗണ്ട്. അതാണ് ഇതിന്റെ ആകത്തുക. ആ കൊണ്ടുവരുന്ന ആ പശ്ചാത്തലം ഒന്ന് ശ്രദ്ധിക്കണേ. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 18-19 വാക്യങ്ങൾ. അവിടെ എന്താ കാണുന്നതെന്നറിയാമോ? യഹോവ തീയിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങുമ്പോൾ അത് മുഴുവനും പുക കൊണ്ട് മൂടി, അതിന്റെ പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങി, പർവ്വതമൊക്കെയും ഏറ്റവും കുലുങ്ങി. ഈ വൊക്കാബുലറി നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടോ ദൈവമക്കളെ? പെന്തക്കോസ്തുകാരായ നമുക്ക് ഈ വൊക്കാബുലറി പരിചയമില്ലെങ്കിൽ പിന്നെ ആർക്കാ പരിചയം? അല്ലേ? നമുക്കെല്ലാം പരിചയമുണ്ട്. ഇത് അഗ്നി നാവുകൾ പോലെ പിളർന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവർ ഇരുന്ന ഇടം മുഴുവൻ കുലുങ്ങി, കാറ്റടിച്ചു. എന്താ ദൈവമക്കളെ അപ്പോസ്തലപ്രവൃത്തി 2-ൽ നടന്നത്? അറിയാൻ വയ്യാത്ത കുറച്ച് ഭാഷകൾ മാത്രം സംസാരിപ്പിച്ച ദിവസമാണോ അത്? അന്യഭാഷകൾ മാത്രം സംസാരിപ്പിച്ച് കാറ്റങ്ങ് പോയോ? ആ ഒരു പാട്ടുണ്ടല്ലോ, ഉണർവിൻ കാറ്റേ വീശുക, മനസ്സലിവിൻ ദൈവമേ, ഉണർന്നു ഞങ്ങൾ നിന്നുടെ ഗുണഗണങ്ങൾ ഘോഷിപ്പാൻ. നിങ്ങളിൽ എത്ര പേർക്കുണ്ട് ആഗ്രഹം ഇന്ന് പകൽ ആ കാറ്റൊന്ന് വീശണമേ? ആ 6 കാര്യങ്ങൾ നിവർത്തിക്കുവാൻ, ഏക ഹൃദയമുള്ളവരായി തീരുവാൻ, ഏക മനസ്സുള്ളവരായി തീരുവാൻ, ഒരു പുതിയ സീനായി പർവ്വതം പോലെ ആ മാളിക മുറിയായപ്പോൾ we are very concerned about who doesn't speak in tongues. ഉണർവ് യോഗത്തിന് നമ്മൾ വിളിക്കുന്നത് അന്യഭാഷ കിട്ടാത്തവരെല്ലാം മുമ്പിലേക്കൊന്ന് വന്നേ. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ അന്യഭാഷയുണ്ട്, പക്ഷെ ഇത് കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ലെന്നല്ല, മജോറിറ്റി പരാജയപ്പെടുന്നു. We become very individualistic, സ്വാർത്ഥതയുള്ളവരായി. പ്രൈവറ്റ് സ്പിരിച്വാലിറ്റിയോടെ, ഉന്നത ഭാവത്തോടെ, യഥാർത്ഥ ദൈവകൃപയെ തിരിച്ചറിയാത്തവരെ പോലെ ഒരു ജീവിത ശൈലി. അപ്പോസ്തലപ്രവൃത്തി 2-ന്റെ ആകത്തുക ആഴമായി പഠിക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുക. അപ്പോസ്തലപ്രവൃത്തി 2 നടക്കുന്നത് 50-ാം ദിവസം. ഇവിടെ പുറപ്പാട് പുസ്തകം 19 അതും 50-ാം ദിവസം. ഇവിടെ തീ, ഇവിടെയും തീ, ഇവിടെ കാറ്റ്, ഇവിടെയും കാറ്റ്, ഇവിടെ കുലുങ്ങി, ഇവിടെയും കുലുങ്ങി. ആകത്തുക എന്തെന്ന് ചോദിച്ചാൽ ദൈവത്തെ സ്നേഹിക്കുവാനും മനുഷ്യനെ സ്നേഹിക്കുവാനും ഇത് ആത്മാവ് ഇറങ്ങി വരുന്നു. അതാ പെന്തക്കോസ്ത്, യഥാർത്ഥ പെന്തക്കോസ്ത് അതാ. ഇതുപോലെ മനുഷ്യരെ സ്നേഹിക്കുന്നത് എങ്ങുമില്ല എന്ന് ലോകം പറയണം. ലോകക്കാര് നമ്മളെ നോക്കി പറയണം, ഇതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ഈ ലോകത്തിലില്ല. പറയുന്നുണ്ടോ ദൈവമക്കളെ? ചിന്തിക്കൂ, ആഴമായി ചിന്തിക്കൂ. What is the difference between we and rest of the world? നമ്മൾ ക്ലെയിം ചെയ്യുന്നു we have the Holy Spirit, but Holy Spirit is for what?
ഹോളി സ്പിരിറ്റ് ഈസ് ടു ഹെൽപ്പ് us fulfill God's dream. ദൈവത്തിന്റെ വലിയ സ്വപ്നം സ്വാർത്ഥതയില്ലാത്ത പുതിയ സൃഷ്ടികളാകുന്ന, യാതൊരു സീമകളും ഇല്ലാത്ത, ഒരു അതിർവരമ്പുകളും ഇല്ലാത്ത സ്നേഹം ഒഴുകേണ്ട ഇടം. അതാണ് സഭ, അതാണ് പെന്തിക്കോസ്ത്. നമ്മൾ ഈ അപ്പോസ്തലപ്രവൃത്തി വായിക്കുമ്പോൾ 1-ാം അധ്യായം 21-22 ഒരു കാര്യമുണ്ട്, പറഞ്ഞു മാത്രം വിടാം. അവിടെ ഒരു പ്രധാന കാര്യം നടക്കുന്നുണ്ട്. ആകയാൽ കർത്താവായ യേശു യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മളെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോന്ന കാലത്തെല്ലാം ഞങ്ങളോടുകൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോടുകൂടെ അവന്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയായി തീരണം. ഇവിടെ എന്താണെന്നറിയാമോ? ജാതികനായ ലൂക്കോസ് എഴുതുന്നത്. പുതിയ നിയമത്തിൽ ജാതിക പശ്ചാത്തലത്തിൽ നിന്ന് ഒറ്റ എഴുത്തുകാരനേ ഉള്ളൂ, അത് ലൂക്കോസാ. ലൂക്കോസ് അപ്പോസ്തലപ്രവൃത്തി എഴുതുമ്പോൾ പെന്തക്കോസ്ത് ദിവസത്തിന് മുമ്പ് ഒരു കാര്യം വിശുദ്ധമായിട്ട് എഴുതുക. എന്താണെന്നറിയാമോ? ഒരു സ്ഥാനം ഒഴിഞ്ഞു കിടക്കുന്നു. ആരുടെ സ്ഥാനം? യൂദയുടെ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുന്നു. 11 ശിഷ്യന്മാരെ ഉള്ളിപ്പം. ഇവിടെ എഴുതി വെച്ചിരിക്കുക, സ്ക്രിപ്ചേഴ്സ് ഹാസ് ടു ബി ഫുൾഫിൽഡ്. ഈ സ്ഥാനം വെറുതെ കിടക്കാൻ ഒക്കത്തില്ല. ഈ സ്ഥാനത്തെ നമ്മൾ ഫില്ല് ചെയ്താലേ ഒക്കത്തുള്ളൂ. എന്താ ഇത്ര തിടുക്കം? ഈ ആത്മപ്രവർത്തിക്ക് മുമ്പ് 11 പേര് പോരെ? മറ്റേയാൾ വീണില്ലേ? പോരെ? എന്താ ലൂക്കോസ് എഴുതുന്നത്? ഇത് 12 തന്നെ ആകണം. കാരണം എന്താ? ജാതികനായ ലൂക്കോസിന് അത് മനസ്സിലായി. 12 ഗോത്രങ്ങളിലൂടെ സ്വപ്നം കണ്ടത്, 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തപ്പോൾ അവരതിന് ദൃഷ്ടാന്തമായി നിന്നു. അതിൽ ഒരാൾ വീണപ്പോൾ ദൈവ പദ്ധതി വീഴുന്നില്ല. 12 ഗോത്രങ്ങളിലൂടെ ദൈവം ലോകത്തെ കാണിക്കാനിരുന്ന ആ പുതിയ സൃഷ്ടിയുടെ സങ്കല്പം, ആ പുതിയ സംസ്കാരത്തിന്റെ സങ്കല്പം ഇതാ പെന്തക്കോസ്ത് ദിവസം വരുന്നതിന് മുമ്പ് we need one more, we need the 12th person. അപ്പോഴേ ഇതാ ഗോത്രത്തിന്റെ ചിത്രമാകത്തുള്ളൂ, ദൈവത്തിന്റെ കുടുംബത്തിന്റെ ചിത്രമാകത്തുള്ളൂ. നമ്മൾ എത്ര സ്വാർത്ഥരായി പോയി ദൈവമക്കളെ ബൈബിൾ വായിക്കുമ്പോൾ. വി ആർ ഓൺലി സീയിങ് ourselves. ഒരു കണ്ണാടി വെച്ച് ഞാൻ എൻ്റെ സമൃദ്ധി മാത്രം കാണുക വാക്യങ്ങളിൽ. ഇവിടെ ദൈവത്തിന്റെ വലിയ പദ്ധതിയാണ്. എന്നെ മനുഷ്യ സ്നേഹമുള്ളവനാക്കണം, എന്നെ സ്വാർത്ഥത ഇല്ലാത്തവനാക്കണം, എന്നെ ക്ഷമിക്കുന്നവനാക്കണം, സ്നേഹിക്കുന്നവനാക്കണം. ആത്മാവിന്റെ ഫലം തന്നെ അതല്ലേ? എ ലവിങ് കമ്മ്യൂണിറ്റി, എ സാക്രിഫിഷ്യൽ കമ്മ്യൂണിറ്റി, എ കമ്മ്യൂണിറ്റി ദാറ്റ് വിൽ നോട്ട് ഹാവ് ഡിവിഷൻ ബേസ്ഡ് ഓൺ എനി കാസ്റ്റ്, ക്രീഡ്, കളർ എക്സെട്ര. കൊലോസ്യ ലേഖനത്തിലേക്ക് മടങ്ങി വരിക. ഇത്രയും പറഞ്ഞത്, ഈ കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് ഒരു സൈഡ് കാര്യം. അത് കൊലോസ്യ ലേഖനത്തിൽ അങ്ങനല്ല. പുതിയ നിയമത്തിന്റെ, ബൈബിളിന്റെ മുഴുവൻ ആകത്തുക ഇതാ: ലവ് ഗോഡ്, ലവ് യുവർ നെയ്ബർ. ഞാൻ പറയുന്നത്, യഥാർത്ഥ ദൈവകൃപ അറിഞ്ഞവർ അങ്ങനെ ജീവിക്കണം. We should not be proud about our spiritual accomplishments. We should be humble that we stand by God's grace. ഇവിടെ കൊലോസി ആൾക്കാർക്ക് ഇന്നലെ നമ്മൾ ചിന്തിച്ചു വരുന്നതനുസരിച്ച് അവർക്കൊരു ഷോക്ക് കിട്ടിക്കാണും. അവർ ഈ വായന വായിക്കുമ്പോൾ അവരിരുന്ന കസാരയിൽ ഇളകിക്കാണും. കാരണം എന്താണെന്നറിയാം? പൗലോസ് പറയുക, ആരും നിങ്ങളെ വശീകരിക്കാതിരിക്കാൻ സൂക്ഷിച്ചോണമെന്ന്. അവിടെ ഉള്ളവരെല്ലാം തമ്മി നോക്കുക, എന്താണ് ഇങ്ങനെ പറയാൻ കാര്യം? പൗലോസ് അപ്പോസ്തലന് വല്ല മുൻവിധിയായിരിക്കും അല്ലേ? നമ്മൾ സാമാന്യം നല്ലപോലെ സഭയായി മുമ്പോട്ട് പോകുന്നു, അദ്ദേഹം എന്താ പറയുന്നത്? വശീകരിക്കപ്പെട്ടു പോകരുതെന്ന്. 2:8 പറയുന്നത്, ആരും നിങ്ങളെ ബന്ധിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. എന്താ പൗലോസ് ഇതൊക്കെ പറയുന്നത്? 2:18 പറയുന്നത്, നിങ്ങൾ ആരും ചീർക്കരുത്, നിങ്ങൾ തലയെ മുറുകെ പിടിക്കാതെ see to it that no one disqualify you എന്ന് എഴുതിയിരിക്കുന്ന ആ വാക്കുകൾ ശ്രദ്ധിക്കണം. 2:8 ബന്ധിക്കാതിരിക്കാൻ നോക്കണം. ഇവരാരാണ്? ഇവർ വിടുവിക്കപ്പെട്ടവരാണ്. 1:12 വിടുവിക്കപ്പെട്ടവർ, 2:15 വിടുവിക്കപ്പെട്ടവർ. 2-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങളെ ബന്ധിക്കരുത്, നിങ്ങളെ കവർന്നു കളയരുത്. 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ആ വാക്കുകൾ ശ്രദ്ധിക്കണം. അത് ചിന്തിക്കുന്നത് വളരെ ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. 1-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ, ഹൂ ഹാസ് ക്വാളിഫൈഡ് യു, നിങ്ങളെ പ്രാപ്തനാക്കിയ ദൈവം.
ഇതേ വാക്കല്ലേ രണ്ടാമത്തെ അധ്യായത്തിൽ കാണുന്നത്? രണ്ടാമത്തെ അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങളിൽ, സീ ടു ഇറ്റ് ദാറ്റ് നോബഡി ഡിസ്ക്വാളിഫൈ യു. ഇവരാരാണ്? ഇവർ ക്വാളിഫൈഡ് ആണ്. പക്ഷെ ഇവരെ കുറിച്ചുള്ള പേടി എന്താ? ഡിസ്ക്വാളിഫൈഡ് ആയി പോകരുത്. എന്താ തെറ്റ്? എന്ത് കുറ്റമാ ചെയ്തത്? എന്തുകൊണ്ടാ പറയുന്നത്? പ്രാപ്തരാക്കപ്പെട്ടവരാ നിങ്ങൾ. 1:12 യു ആർ ക്വാളിഫൈഡ്, പക്ഷെ ഡിസ്ക്വാളിഫൈഡ് ആയി പോകരുതേ. നിങ്ങൾ വിടുവിക്കപ്പെട്ടവരാ, നിങ്ങൾ ബന്ധിക്കപ്പെട്ടു പോകരുതേ. കാര്യമെന്താ? കാര്യമെന്താന്ന് ചോദിച്ചാൽ പ്രൈവറ്റ് സ്പിരിച്വാലിറ്റി. എനിക്ക് ഞാനും ദൈവവും മാത്രം, അത് യഥാർത്ഥ കൃപയെ അറിയാത്തത് കൊണ്ടാണ്. ഇതൊരു സമൂഹമാണ്, ഒരു പുത്തൻ സൃഷ്ടിയുടെ സങ്കല്പമാണ്. പ്രിയ ദൈവമക്കളെ, 1 കൊരിന്ത്യർ 15:10 ആ വാക്യം വളരെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. വാക്യം വായിച്ച് മാത്രമേ ഞാൻ വിടുന്നുള്ളൂ. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. പൗലോസ് പറയാ, ഞാൻ യഥാർത്ഥമായി ദൈവകൃപയെ അറിഞ്ഞു. വാട്ട് ഐ ആം ഈസ് ഗോഡ്സ് ഗ്രേസ്. എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല, എനിക്ക് നിഗളമില്ല. ഞാൻ എന്തൊക്കെ ചെയ്താലും, ഞാൻ ഏറ്റവും അധ്വാനിച്ചാലും ഇതെല്ലാം ദൈവകൃപയാണ്. 1 യോഹന്നാൻ 2:9 ഭയപ്പെടുത്തുന്ന വാക്കുകളല്ലേ? സ്നേഹത്തിൻ്റെ അപ്പോസ്തലന്റെ വാക്കുകൾ നമ്മുടെ വിശ്വാസി സമൂഹങ്ങളെ പിടിച്ചു കുലുക്കുന്ന വാക്കുകളല്ലേ? സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ പറയുന്നത്, വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും കൃപ ഇങ്ങനെ മാത്രമേ അനുഭവിച്ചിട്ടുള്ളെങ്കിൽ, ആ അനുഭവിച്ച കൃപ അന്യോന്യം ഷെയർ ചെയ്യാൻ ഒക്കുന്നില്ലെങ്കിൽ, സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുട്ടിൽ, മുമ്പുള്ള വാക്കുകളിൽ പറയുന്നത്, അവൻ കള്ളനാകുന്നു. പ്രൈവറ്റ് സ്പിരിച്വാലിറ്റി ഉണ്ട്, പക്ഷേ സമൂഹമായി ദൈവകൃപയെ വെളിപ്പെടുത്താത്തൊരു ജീവിത ശൈലിയാണെങ്കിൽ they did not understand the grace of God. 1 കൊരിന്ത്യർ 13:2 ഞാൻ വായിച്ചു പോവുകയാണ്, കാരണം അത് വായിച്ചില്ലെങ്കിൽ ഇത് അപൂർണമാണ്. 1 കൊരിന്ത്യർ 13:2 എനിക്ക് പ്രവചനവരം ഉണ്ടായിട്ടും സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും, വിശ്വാസത്തെക്കുറിച്ച് ക്ലാസ് കേട്ടാലും ആ വലിയ പ്രവചന ശുശ്രൂഷ നടത്തിയാലും സ്നേഹമില്ല എങ്കിൽ, ഏത് സ്നേഹം? ആ ക്രൂശിൽ കണ്ട സ്നേഹം പോലെ എൻ്റെ കുടുംബമാകുന്നില്ലെങ്കിൽ, എനിക്ക് സ്നേഹിക്കാൻ ഒക്കുന്നില്ലെങ്കിൽ ഞാൻ ഏതുമില്ല. ഓൾ ദിസ് ഈസ് നത്തിങ്. ദൈവസഭയിലാകട്ടെ, ചാർച്ചക്കാരോടാകട്ടെ, അയൽവക്കങ്ങളിലോട്ടാകട്ടെ, ഉപദ്രവിക്കുന്നവരിലോട്ടാകട്ടെ, ഒറ്റ കാര്യം അങ്ങ് പറയാം, ആ വാക്കിലെല്ലാം മനസ്സിലാകട്ടെ. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും ഈ ലോകത്തിൽ സൂര്യന്റെ കീഴിൽ ഒരു മനുഷ്യനോടെങ്കിലും ക്ഷമിക്കുവാൻ ബാക്കിയുണ്ടെങ്കിൽ, ഒരു മനുഷ്യനോടെങ്കിലും എനിക്ക് അദ്ദേഹത്തെ വിളിക്കാൻ വയ്യ, നിങ്ങൾ വിളിച്ചോ, ഐ ഹാവ് നത്തിങ് ടു ഡു വിത്ത് ഹിം, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, ഈ കൺവെൻഷൻ നിമിത്തം ദൈവം നമ്മുടെ ആ ഹൃദയത്തെ മാംസമുള്ള ഹൃദയമാകട്ടെ, ഒരു റോക്ക് കൈൻഡ് ഹാർട്ട് അല്ല വേണ്ടത്, അത് ലോകത്തിൽ കാണാം. യേശുവില്ലാത്തവരിൽ ആ തിരികെ കൊടുക്കാനുള്ള, പക തീർക്കാനുള്ള വിദ്വേഷത്തിന്റെ, ക്രോധത്തിന്റെ, കോപത്തിന്റെ അംശങ്ങൾ കാണാം. പുതിയ സൃഷ്ടികളാക്കപ്പെട്ടവരിൽ നമ്മളിൽ അത് പാടില്ല. സൂര്യന്റെ കീഴിൽ ഒരു വ്യക്തിയോട് പോലും, ഞാൻ പറയട്ടെ, സൂര്യന്റെ കീഴിൽ പറയുമ്പോൾ ഭയങ്കരമാ. ആദ്യം ചിന്തിക്കേണ്ടത്, ഹൗ ഈസ് അവർ ഫാമിലി ലൈഫ്? കഴിഞ്ഞ ദിവസം ആരോ പറയുന്നത് കേട്ട് എന്നെ വളരെ രസകരമായി അത് എൻ്റെ മനസ്സിലത് നിന്നു. ഒരാൾ റോഡിൽ ബൈക്കേ വീണാൽ എൻ്റെ അച്ചായൻ ഓടുക ബൈക്കിൽ നിന്ന് എടുക്കാൻ, പക്ഷെ ഞാൻ അടുക്കളയിൽ തെന്നി വീണാൽ എന്നെ എടുക്കാൻ ഇതുവരെ വന്നിട്ടില്ല. ദൈവകൃപ എന്താ? ദൈവകൃപ ജീവിത ശൈലി കാണുമ്പോൾ അറിയാം, കുടുംബത്തിൽ അറിയാം. മറ്റുള്ളവർ നോക്കുമ്പോൾ ഇത്ര സ്നേഹമുള്ള കുടുംബമോ, ഇങ്ങനെ മാതാപിതാക്കൾക്ക് കീഴടങ്ങുന്ന കുഞ്ഞുങ്ങളോ, അനുസരിക്കുന്ന കുഞ്ഞുങ്ങളോ, they are different, their family is different. അതിനൊരു കാര്യമുണ്ട്. നമ്മൾ കുഞ്ഞുങ്ങളോട് കൊച്ചിലേ മുതലേ പറയേണ്ടത്,
ഗോഡ് ലവ്ഡ് യു എന്ന് മാത്രമല്ല, ഗോഡ് ലവ്സ് ദ വേൾഡ്. ദാറ്റ് ഈസ് വൈ യു ആർ ചോസൺ. നിന്നെ അതിനായി എടുത്തത്. പ്രിയ ദൈവമക്കളെ, ഞാൻ വീണ്ടും ചിന്തിച്ചു പോകുകയായിരുന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലിരുന്ന് ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ ദൈവകൃപയെ എൻ്റെ മാതാപിതാക്കളിലൂടെയും രുചിച്ചറിഞ്ഞ വ്യക്തിയാണ്. കൊച്ചുനാളിൽ മുതൽ ഞാൻ വളർന്നു വന്നപ്പോൾ 6th സ്റ്റാൻഡേർഡ്, 7th സ്റ്റാൻഡേർഡ്, 8th സ്റ്റാൻഡേർഡ് വളർന്നു വന്നപ്പോൾ ഒറ്റ കാര്യം മാത്രമേ എൻ്റെ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. പപ്പായുടെയും മമ്മിയുടെയും ഏറ്റവും വലിയ ആഗ്രഹം നീ ഇവിടെ കൂടെ മേഴ്സിഡീസ് ബെൻസ് നടക്കുന്നതല്ല, നീ അയിരൂരെ ഏറ്റവും വലിയ വീട് വെച്ച് അതിൻ്റെ ഉമ്മറത്തൂടെ വിലസുന്നതല്ല. പപ്പായെ മമ്മിയുടെ ഏറ്റവും വലിയ ആഗ്രഹം നിന്റെ യൗവന പ്രായത്തിൽ തന്നെ, പപ്പ എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ വളരെ താമസിച്ച സുവിശേഷ വേലയിൽ വന്നത്, യു ഷുഡ് നോട്ട് വേസ്റ്റ് യുവർ ടൈം. നിന്റെ ചെറുപ്പനാളിൽ തന്നെ നീ ബൈബിൾ പ്രഭാഷകനായാൽ, ഇതിൻ്റെ വ്യാഖ്യാനം നിവർത്തിക്കുന്ന ഒരാളായാൽ, അതിനൊത്തുള്ളൊരു ജീവിത ശൈലി നിനക്കുണ്ടെങ്കിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അതിലായിരിക്കും എന്ന് പറഞ്ഞ മാതാപിതാക്കൾ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, വാട്ട് ഡ്രീംസ് ഡിഡ് യു ഗിവ് യുവർ ചിൽഡ്രൻ? കുടുംബ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ എന്താ അവരോട് പറയുന്നത്? ഗോഡ് ലവ്സ് യു മോനെ സോ മച്ച്. വെൻ ഓൾ യുവർ ക്ലാസ്മേറ്റ്സ് they fail in mathematics exam, you will pass in exam. അതാണെങ്കിൽ അവൻ കൊച്ചിലെ മുതലേ സ്വാർത്ഥതയുടെ ഒരു ആത്മീകത, നിഗളത്തിന്റെ ആത്മീകത, ഒരു കച്ചവട സംസ്കാരത്തിന്റെ ആത്മീകത അവന്റെ ഉള്ളിൽ കയറും. അവൻ പറയും, 2 ദിവസം മുമ്പ് പരീക്ഷയ്ക്ക് 2 ദിവസം മുമ്പ് ഞാൻ ഉപവസിക്കും, 3-ാം ദിവസം പരീക്ഷയിൽ എൻ്റെ ഓർമ്മശക്തി വർദ്ധിക്കും, എനിക്കെല്ലാം കിട്ടും, ഞാൻ പ്രാർത്ഥിക്കും, എനിക്ക് കിട്ടും. 2021 എല്ലാ പേരൻസിനെയും ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്, മെന്റർ യുവർ ചിൽഡ്രൻ. നിങ്ങളുടെ കൂടെ ആ കുഞ്ഞുങ്ങൾ കുറച്ച് ദിവസങ്ങളിലേ ഉള്ളൂ. ആ കിട്ടുന്ന ദിവസങ്ങളിൽ അവർക്ക് നിത്യതയുടെ സ്വപ്നം, ഈ ലോകത്തെ ദൈവം സ്നേഹിക്കുന്നു, എൻ്റെ മകൻ പഠിക്കണം, നീ മെഡിക്കൽ ഡോക്ടർ ആകണം, പക്ഷേ ഫൈൻഡ് എ പ്ലേസ് വേർ യു ക്യാൻ സെർവ് അവർ ലിവിങ് ഗോഡ്. നിനക്ക് പണമുണ്ടാക്കാവുന്ന ഒരു രാജ്യത്തിൽ മാത്രമല്ല, നിനക്ക് ലക്ഷറിയോടെ ജീവിക്കാൻ ഒക്കുന്ന ഒരു സ്ഥലത്തല്ല. മോനെ, നല്ലതായി പഠിക്കണം, നീ എഞ്ചിനീയർ ആകണം, പക്ഷേ പപ്പായുടെ ആഗ്രഹം, മമ്മിയുടെ ആഗ്രഹം, നിന്റെ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിനക്ക് ഹേർട്ടാകുന്നിടം വരെ ദൈവത്തിന് വേണ്ടി നീ കൊടുക്കുമ്പോ ദൈവം ലോകത്തെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ ചിത്രം നിന്റെ ജീവിതത്തിൽ ലോകം കാണും. കൂടെ വർക്ക് ചെയ്യുന്നവർ പറയും, എന്താ സാറേ ഇങ്ങനെ? സാറ് ഈ ഓഫീസിൽ ഞങ്ങളെല്ലാം 9 മണിക്കാണ് വരുന്നത്, സാർ 8:45 വരുന്നു, ഞങ്ങളെല്ലാം 5 മണിക്ക് പോകുന്നു, സാർ 5:15 പോകുന്നുള്ളൂ. വാട്ട് ഈസ് ദ ഡിഫറൻസ്? യു ആർ വെരി ഡിലിജന്റ്. എന്നിട്ടും സാറി വലിയ പൈസ ഒന്നും, വേർ ആർ യു പുട്ടിങ് യുവർ മണി? വേർ ഈസ് യുവർ ഇൻവെസ്റ്റ്മെന്റ്? ഞങ്ങളെക്കാട്ടിൽ എത്ര മടങ്ങ് സാലറി താങ്കൾക്കുണ്ട്, ബട്ട് വി ആർ നോട്ട് സീയിങ് എനിത്തിങ്. അവിടെ പറയേണ്ടത്, ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്. ലോകത്തെ സ്നേഹിച്ചത് കൊണ്ട് എനിക്ക് ഈ ജോലി തന്നു. ഞാൻ ഈ ജോലിയിൽ ശമ്പളം വാങ്ങിക്കുന്നത് എനിക്ക് കൂട്ടിവെച്ച് രസിക്കാനല്ല, ലോകത്തെ ദൈവം സ്നേഹിച്ചത് കൊണ്ട് എനിക്ക് ഈ ജോലി തന്നു. ഈ മസ്കറ്റിൽ ഞാൻ താമസിക്കുന്നത് ലോകത്തെ ദൈവം സ്നേഹിച്ചത് കൊണ്ട്, ദൈവരാജ്യത്തിന് വേണ്ടി എന്നെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നു. നമ്മൾ പലപ്പോഴും സാക്ഷ്യം പറയുമ്പോൾ പറയത്തില്ലേ, 2020 കഴിഞ്ഞു, 1 വർഷം കൂടെ പോയി, ജീവനോടിരിക്കുന്നതിനായി സ്തോത്രം. നമ്മൾ പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത്, നമ്മൾ ജീവനോടില്ലെങ്കിൽ നമ്മുടെ മക്കൾ വളരത്തില്ലെന്ന. ഞാനൊരു യാഥാർത്ഥ്യം നിങ്ങളോട് പറയാം, നിങ്ങൾ ജീവനോടില്ലെങ്കിലും നിങ്ങളുടെ മക്കൾ വളരും.
നിങ്ങൾ ജീവനോടില്ലെങ്കിലും കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോകും. നിങ്ങൾ ജീവനോടിരിക്കുന്നതിന്റെ പിമ്പിൽ ഒറ്റ റീസണേ ഉള്ളൂ. ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്. അപകടങ്ങൾ വന്നപ്പോൾ അതിൽ നിന്ന് രക്ഷിച്ച ദൈവശക്തി, മറ്റുള്ളവർ തകർന്ന് താഴെ വീണപ്പോൾ ഇന്നും നിലനിർത്തിയ ദൈവശക്തി, അത് എന്നിലേക്ക് തന്നെ വലിച്ചെടുക്കുവാനല്ല, എൻ്റെ കുടുംബത്തിന് തന്നെ കൂട്ടിവെക്കുവാനല്ല. 2021 എന്നെ നിലനിർത്തിയ ദൈവത്തിന്റെ കൃപ, ലോകത്തെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട് എനിക്കൊരു ദിവസം കൂടെ ജീവൻ തന്നിരിക്കുക. എന്നിലൂടെ ലോകത്തെ ദൈവത്തിന് റീച്ച് ചെയ്യണം. ഐ ആം എ ഡെറ്റർ ടു ദ വേൾഡ്. ഞാൻ ഈ ലോകത്തിനൊരു കടക്കാരനാണ് ജീവനോടിരിക്കുമ്പോ. നിങ്ങളിൽ എത്ര പേർക്ക് ഈ വർഷം എല്ലാ ദിവസവും യഥാർത്ഥ ദൈവകൃപയെ ഞാൻ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ഒരു പടക്കുതിരയെ പോലെ, യെരമ്യാ പ്രവാചകന്റെ ഭാഷയാണ്, പടക്കുതിരയെ പോലെ, ലോകത്തിന് വേണ്ടിയല്ല, ലോകത്തിന്റെ അംബിഷൻസിന് വേണ്ടിയല്ല, ലോകത്തിന്റെ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയല്ല. സുവിശേഷം എനിക്ക് മനസ്സിലായി, എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ലോകത്തെ റീച്ച് ചെയ്യാൻ വേണ്ടി. I am going to step out. I am going to spend my money, my energy. ഞാൻ സാധാരണഗതിയിൽ പറയും, ഓർത്തിരിക്കാൻ എളുപ്പമാ, 3 T's. ഈ 3 ടീകളും ഈ 2021 എന്നെ കേൾക്കുന്ന എല്ലാവരും, how are you going to use this 3 T's? Your time, your treasures, your talent. Your time, സമയം, your treasure, നിക്ഷേപങ്ങൾ, your talent, നിങ്ങളുടെ പാട്ടുപാടാനുള്ള കഴിവ്, താലന്തുകൾ. How are you going to use it? Will you reveal with your life? God loves the world. എന്നെ നിലനിർത്തിയിരിക്കുന്നത് ലോകത്തിന് വേണ്ടി. പ്രിയ ദൈവമക്കളെ, ഈ പലപ്പോഴും നമ്മളിലേക്ക് തന്നെ നോക്കാൻ കാര്യം, വലിയ ചിത്രം നമ്മൾ കാണുന്നില്ല. നമ്മളെ രക്ഷിച്ചത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. എൻ്റെ വാക്കുകൾ ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കും. ഈ അവസാനം ഒരു 10 മിനിറ്റ് ശ്രദ്ധിച്ച് കേൾക്കണമേ. 2-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം മുതൽ, മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായി നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തെ, അടുത്ത വാക്ക് ശ്രദ്ധിക്കണം, തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ, എന്നെ രക്ഷിച്ച ദൈവകൃപയെ, ഞാൻ യഥാർത്ഥമായി അനുഭവിച്ച കൃപയെ, എന്തിനു വേണ്ടിയാ ദൈവം രക്ഷിച്ചതെന്നറിയാമോ? തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആ വാക്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കൂ. നമ്മളെ എന്തിനാ രക്ഷിച്ചത്? ദൈവത്തിൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ. നമ്മുടെ അയൽവക്കങ്ങളിൽ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ, നമ്മുടെ കുടുംബ യോഗങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ, ഒരു വിവാഹത്തിന് നമ്മൾ ചെല്ലുമ്പോൾ, മാറി ഏതെങ്കിലും ഒരു വിശുദ്ധനായി ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ കാര്യം നിമിത്തം ഐ ആം ഗ്രേറ്റർ ദാൻ യു എന്ന ചിന്തയല്ല. ആ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവർ അനുഭവിക്കട്ടെ, ദൈവകൃപ ഒഴുകുന്നത് അവര് കാണട്ടെ. ദൈവകൃപയുടെ മഹാത്മ്യം വെളിപ്പെടുത്തുവാൻ വേണ്ടി രൂപാന്തരപ്പെട്ടവർ, ചിന്തകൾ മാറിയവർ, മനോഭാവം മാറിയവർ നമ്മളല്ലേ സമൂഹത്തിൽ ഇറങ്ങിച്ചെല്ലേണ്ടവർ. നമ്മൾ പ്രൈവറ്റ് സ്പിരിച്വാലിറ്റിയിൽ ഇരിക്കേണ്ടവരല്ല. വി ആർ കോൾഡ് ടു ബിൽഡ് കമ്മ്യൂണിറ്റീസ്. വി ആർ കോൾഡ് ടു ബി സോൾട്ട്. ഉപ്പാകാൻ, വെളിച്ചമാകാൻ. ഇപ്പൊ വെളിച്ചങ്ങളെല്ലാം കൂടെ ഒരുമിച്ചിരിക്കുക, ഉപ്പെല്ലാം കൂടെ ഒരു സ്ഥലത്തിരിക്കുക. നമ്മളാണ് പടരേണ്ടത്. മറ്റുള്ളവർ കാണട്ടെ ഈ പുതിയ സൃഷ്ടിയെ. ഇനിയും നമ്മളെ ഷോക്കേസ് വെക്കാനാണെന്നാ ഒരു ട്രാൻസ്ലേഷൻ പറയുന്നത് ഇങ്ങനെയാ, ഗോഡ് വാണ്ട്സ് ടു ഡിസ്പ്ലേ യു ഇൻ ഹിസ് ഷോക്കേസ്. 3-ാം അധ്യായം 10-ാമത്തെ വാക്യം കൂടെ നോക്കൂ. എഫേസ്യ ലേഖനം 3:10. അവിടെ എന്താ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? സഭയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താ? സഭകൾ സംഘടനയായി, സഭകൾ മതങ്ങളുടെ ഫാക്ടറിയായി മാറുമ്പോൾ അവിടെ വലുത് എന്താണെന്നറിയാമോ? ഒരു ദൈവഭക്തൻ വിളിച്ചതാ റിലീജിയസ് ഫാക്ടറി എന്ന്. റിലീജിയസ് ഫാക്ടറിയിൽ ഏറ്റവും വലുത് പ്രൊഡക്ഷൻ,
റിലീജിയസ് ഫാക്ടറിയിൽ ഏറ്റവും വലുത് പ്രോഫിറ്റ്. എന്നാൽ ചർച്ചിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്താ? നോട്ട് പ്രോഫിറ്റ്, നോട്ട് നമ്പേഴ്സ്. The success of a church is not measured by its seating capacity. എത്ര പേര് അവിടെ ഇരിക്കുന്നു എന്നുള്ളതല്ല. പിന്നെന്താ? 3-ാം അധ്യായം 10-ാമത്തെ വാക്യം. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വന്നിരിക്കുന്നു. ഇന്നത്തെ ഈ ദിവസം ഇതിന്റെ പശ്ചാത്തലം പറയാൻ ഒക്കത്തില്ല, പക്ഷേ വായിക്കണമേ. 3-ാം അധ്യായത്തിന്റെ പ്രമേയ വിഷയം എന്താണെന്നറിയാമോ? യഹൂദനും ജാതിയും തമ്മിൽ പോര്. അവൻ അടിക്കുകയാ. യേശുവിൽ വിശ്വസിച്ചെങ്കിലും ഐ ആം ഗ്രേറ്റർ ബിക്കോസ് ഐ ഫാസ്റ്റ് 2 days. 2 ദിവസം ഉപവസിക്കുന്നവനാ. ഉപവസിക്കാറില്ലല്ലോ. ഐ ആം ഗ്രേറ്റർ. അവിടെ പൗലോസ് പറയുക ഇത് താഴെ പോണം. എന്നിട്ട് പറയുക സഭയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് ചോദിച്ചാൽ ഐക്യമത്യപ്പെട്ട ഏകതയുള്ള ഒരു കമ്മ്യൂണിറ്റിയെ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കാണിച്ചു കൊടുക്കണം. എന്താ വാഴ്ചകളും അധികാരങ്ങളും എന്നറിയാമോ? മാനവരാശിയെ നിർമൂലനം ചെയ്യുവാൻ, മാനവരാശിയെ ഭിന്നിപ്പിക്കാൻ നിൽക്കുന്ന ശക്തികളാണ് വാഴ്ചകളും അധികാരങ്ങളും. ഭിന്നിപ്പിക്കാൻ നിൽക്കുന്ന ശക്തിയുടെ മുമ്പിൽ ദൈവത്തിന്റെ ഉത്തരം സഭയാണ്. സഭയെ നോക്കൂ, ഇതുപോലെ സ്നേഹമുള്ള ഇടം വേറെ എവിടെയുണ്ട്? ഇതുപോലെ സഹോദര സ്നേഹമുള്ള, എല്ലാം പൊതുവകയും തണ്ടുന്ന, അന്യോന്യം താങ്ങുന്ന. ആ വാക്ക് പറയട്ടെ, താങ്ങുന്ന. അതേതർത്ഥത്തിലാണ്? അന്യോന്യം സ്നേഹിക്കുന്ന. ഇതുപോലെ സഹോദര തുല്യമായി സ്നേഹിച്ച് നിലനിൽക്കുന്ന ഇതിനെ ദൈവത്തിന് കാണിക്കണം. അടുത്ത 5 മിനിറ്റിൽ ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിക്കണമേ. യഥാർത്ഥ ദൈവകൃപയെ നമ്മൾ അറിയുന്നു. നമ്മുടെ കുറിവാക്യത്തിലേക്ക് നമ്മൾ മടങ്ങി വരികയാണ്. കൊലോസ്യ ലേഖനം 1:6 ഒന്നുകൂടെ വായിക്കുന്നു. ആ സുവിശേഷം, ഏത് സുവിശേഷം? എന്നെ നിരപ്പിച്ചത് മാത്രമല്ല, ദൈവത്തിൻ്റെ എക്കാലത്തെയും സ്വപ്നം, ആദമിൽ കൂടെ ഉണ്ടായിരുന്ന സ്വപ്നം, നോഹയിൽ കൂടി ഉണ്ടായിരുന്ന സ്വപ്നം, അബ്രാഹിമിൽ കൂടെ, ഈ ലോകത്തിന്റെ മുമ്പിൽ ഒരു കമ്മ്യൂണിറ്റിയെ കാണിച്ചു കൊടുക്കണം. സുവിശേഷം എന്ന് പറഞ്ഞാൽ ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി തിരിച്ചറിഞ്ഞെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ആ സുവിശേഷത്തിന്റെ ശക്തി ഫലം കായ്ച്ചു വർദ്ധിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പുതിയ സൃഷ്ടിയാകും. ആദമിനോട് പറഞ്ഞതുപോലെ സഭ ഫലം കായ്ച്ചു വർദ്ധിക്കും. സൽപ്രവർത്തികളിൽ ഫലം കായ്ച്ച് പുതിയ സൃഷ്ടിയുടെ വ്യാപനം നടക്കും. ഈ പുതിയ സൃഷ്ടികളാക്കി തീർക്കപ്പെട്ട നമ്മൾ 3-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യമുണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി. ലൈഫ് സംടൈംസ് ഈസ് നോട്ട് ഈസി. സുവിശേഷം വിശ്വസിച്ചു, ദൈവകൃപയെ യഥാർത്ഥമായി തിരിച്ചറിഞ്ഞു, പക്ഷേ പ്രതികൂലങ്ങൾ വരാം. നമ്മളും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യസ്തത. ദൈവകൃപ തിരിച്ചറിഞ്ഞു, ഇനി രോഗം വരത്തില്ല, ഇനി പാൻഡമിക് വരത്തില്ല, ഇനി ഫിനാൻഷ്യൽ ഡിഫിക്കൽറ്റി, ഇതൊന്നും അല്ല. അതെല്ലാം മനുഷ്യർ വൈകല്യമായി പറയുകയാണ്. പഴയ ഉടമ്പടിയിലെ കാര്യങ്ങൾ പുതിയ നിയമ വിശ്വാസികൾക്ക് അപ്ലൈ ചെയ്യാൻ നോക്കുക, പക്ഷെ നടക്കത്തില്ല. അതുകൊണ്ടാണ് മാർച്ച് മാസത്തിൽ കുറെ പേര് പറഞ്ഞത് കൊറോണ വൈറസ് വിശ്വാസികൾക്ക് വരത്തില്ല, കാരണം സങ്കീർത്തനം 91 എഴുതിയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്കറിയാം ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന്. നമ്മുടെ വിശേഷത എന്താ? സുവിശേഷത്തിലൂടെ നമുക്ക് ലഭിച്ചത് എന്താ? ഈ ലോകത്തിൽ നമ്മൾ അനന്യരായി വിശുദ്ധരായി ജീവിക്കുമ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ദാറ്റ് വി ഹാവ്? 3-ാമത്തെ വാക്യം ശ്രദ്ധിക്കൂ. 2021 ഓരോ ദിവസവും കയറി പിടിക്കണം ഈ വാക്യം. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ ആ വാക്കും ശ്രദ്ധിക്കണേ. സത്യവചനം, നമ്മൾ ആദ്യം ഒന്ന് കണ്ടത് ആ വാക്ക്, സുവിശേഷത്തിന്റെ സത്യവചനം. ഇതാ സത്യസുവിശേഷത്തിൽ കിട്ടുന്നത്. എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ. പ്രിയ ദൈവമക്കളെ, നമുക്ക് എന്താ സുവിശേഷത്തിലൂടെ കിട്ടിയത്? നമ്മുടെ ഉത്തരവാദിത്വം ദൈവകൃപയെ യഥാർത്ഥമായി തിരിച്ചറിഞ്ഞിട്ട് ഫലം കായ്ച്ച് വർദ്ധിക്കണം. അതാ ഉത്തരവാദിത്വം. പക്ഷെ എന്താ കിട്ടിയത്? ഞങ്ങളല്ലേ ഏക മനസ്സുള്ളവരാകണം, ഞങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ സമ്പത്തിന്റെ വീക്ഷണമൊക്കെ വേണം. പക്ഷെ വാട്ട് ഡു വി ഹാവ്? മറ്റുള്ളവർക്കില്ലാത്ത, നമ്മൾ മുമ്പേ ചിന്തിച്ചത് പോലെ മറ്റുള്ളവർ സുവിശേഷത്തെ തിരസ്കരിച്ചു, പക്ഷെ നമ്മൾ തീരുമാനമെടുത്തു. നമുക്ക് എന്ത് കിട്ടി? എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ
ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു സൗഭാഗ്യമല്ല. ഒരു ദൈവഭക്തനായ മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞു, ട്രൂ ഗോസ്പൽ ഈസ് നോട്ട് അബൌട്ട് എ ഗുഡ് പ്രസന്റ്, ഇറ്റ് ഈസ് അബൌട്ട് എ ഗുഡ് ഫ്യൂച്ചർ. ഫോൾസ് ഗോസ്പൽ ഓഫേഴ്സ് ഗുഡ് പ്രസന്റ്. കള്ള സുവിശേഷം പറയുന്നത് യേശുവിൻ്റെ അടുക്കലോട്ട് വാ, ഈ ലോകം. ട്രൂ ഗോസ്പൽ അതല്ല. 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ സത്യവചനത്തിൽ നിങ്ങൾ എന്താ കേട്ടത്? നിങ്ങൾ കേട്ടത് സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ. ഇതിവിടെ മാത്രമല്ല, 1:23 ശ്രദ്ധിക്കൂ. 1:23 നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശ. ദൈവം നമുക്ക് എന്താ വാഗ്ദത്തം ചെയ്തത്? സുവിശേഷത്തിലൂടെ ഒരു വലിയ പ്രത്യാശ. യേശുവിനെ അനുസരിച്ചത് നിമിത്തം, ഐക്യതയുള്ളവരായി ജീവിക്കുന്നത് നിമിത്തം, സ്വാർത്ഥതയില്ലാതെ പുതിയ മനുഷ്യരായി ജീവിക്കുന്നത് കൊണ്ട് പറയുക സുവിശേഷത്തിന്റെ പ്രത്യാശ. പുതിയ നിയമത്തിന്റെ മൊത്തം സങ്കല്പമാ ഈ ലിവ് ഇൻ ദ ലൈറ്റ് ഓഫ് ഇറ്റേണിറ്റി. പ്രത്യാശയുടെ വെളിച്ചത്തിൽ വേണം ജീവിക്കാൻ. തീത്തോസ് 1:2 ഭോഷ്കില്ലാത്ത ദൈവം സകലകാലത്തും മുമ്പേ വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശ ഹേതുവായി. എന്തിനാ നമ്മളെ വിളിച്ചത് സുവിശേഷത്തിൽ? നിത്യജീവന്റെ പ്രത്യാശ ഹേതുവായി. റോമാലേഖനം 8:23 അടുത്ത ഡെഫിനിഷൻ. എന്താ സുവിശേഷത്തിലൂടെ നമുക്ക് കിട്ടിയെന്നറിയാമോ? ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിനായി പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. അടുത്ത വാക്ക്, പ്രത്യാശയാൽ അല്ലോ നമ്മൾ രക്ഷിക്കപ്പെട്ടത്. സുവിശേഷത്തിലൂടെ നമുക്ക് കിട്ടിയത് എന്താ? നോട്ട് എ ഗുഡ് പ്രസന്റ്, നോട്ട് ദ പ്രോമിസ് ദാറ്റ് വി വിൽ ഓൾ ലിവ് എ കംഫർട്ടബിൾ ലൈഫ്. അതല്ല പ്രോമിസ്. പ്രോമിസ് എന്താന്ന് ചോദിച്ചാൽ, ഈ പ്രത്യാശയാലല്ലോ നമ്മൾ രക്ഷിക്കപ്പെട്ടത്. ഏത് പ്രത്യാശയാന്നറിയാമോ? ഈ താഴ്ചയുള്ള ശരീരം, ഈ രോഗം പിടിക്കാൻ സാധ്യതയുള്ള ശരീരം, കൊറോണ വൈറസ് പിടിക്കാൻ സാധ്യതയുള്ള ശരീരം, ഈ മർത്യമായത് അമർത്യത്തെ ധരിക്കുന്ന ഒരു ദിവസമുണ്ട്. ഈ താഴ്ചയുള്ള ശരീരം തേജസ്സുള്ള ശരീരമായി കാണപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ഈ ലോകത്തിൽ ഭോഷനെ പോലെ ജീവിക്കേണ്ടി വന്നാലും, ഈ ലോകത്തിൽ കഷ്ടങ്ങളിൽ ജീവിക്കേണ്ടി വന്നാലും, വിശ്വാസത്തിന്റെ പരിശോധന വന്നാലും ഒരു പ്രത്യാശയുണ്ട്. എൻ്റെ പ്രാണപ്രിയൻ വരാറായി. കൊലോസ്യ ലേഖനം 3:4 എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാ, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഇതാ സുവിശേഷത്തിന് നമുക്ക് വാഗ്ദത്തം ചെയ്യാനുള്ളത്. അല്ലാതെ സുവിശേഷത്തിൽ വാഗ്ദത്തം ചെയ്യാനുള്ളത് ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, അതല്ല. സുവിശേഷത്തിൽ വാഗ്ദത്തം ചെയ്യുന്നത് ബാധ വരത്തില്ലെന്നല്ല, എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ഇപ്പൊ ഛിന്ന ഭിന്നമാകുമെന്നല്ല സുവിശേഷം മനസ്സിലായവർ, ശരിക്കും മനസ്സിലായവർ പാടിയ പാട്ടുകളുടെ വരികളാ. എന്നെനിക്ക് ദുഃഖം തീരുമോ പൊന്നു കാന്ത നിൻ സന്നിധിയിലെന്നു വന്നു ചേരും ഞാൻ. എന്ത് കിട്ടി സുവിശേഷത്തിൽ? പ്രത്യാശ കിട്ടി. എന്നെനിക്ക് ദുഃഖം തീരുമോ പൊന്നു കാന്ത. സുവിശേഷത്തിൽ എന്ത് കിട്ടി എനിക്ക്? കണ്ണുനീർ എന്നു മാറുമോ, വേദനകൾ എന്നു തീരുമോ. പ്രത്യാശ കിട്ടി. ഈ ലോകത്തിൽ കണ്ണുനീരുണ്ട്, പക്ഷേ പ്രാണപ്രിയം വരും. സുവിശേഷത്തിൽ കിട്ടി. ഇഹത്തിലെ ദുരിതങ്ങൾ തീരാറായി നാം പരത്തിലേക്ക് ഉയരും നാൾ വരുമല്ലോ. അതാ പ്രത്യാശ. എന്താ പ്രത്യാശ? ദുഃഖം ദാരിദ്ര്യമെന്നീ വെക്കുണ്ടോ ശക്തി എന്നിൽ, കൈക്കു പിടിച്ചു നടത്തിക്കൊണ്ടു പോകുന്നവൻ. ഒരു പ്രത്യാശ. ഒരിടത്തോട്ട് ഞാൻ പോകുകയാ. അതല്ലേ മറ്റേ ആ പാട്ടിന്റെയും അർത്ഥം? ആത്മാവാം വഴികാട്ടി എന്നെ സദാ നടത്തി കൊണ്ടുപോകും വാനത്തിൽ കൂടെ സാവധാനത്തിൽ. അതല്ലേ ഈ അവസാനം ഞാൻ പറയുന്ന പാട്ടിന്റെയും അർത്ഥം? മൽപ്രിയനെ എന്നേശു നായകൻ എപ്പോൾ വരും? എൻ കണ്ണീർ തുടച്ചിടുവാൻ, അങ്ങയെ ആശ്ലേഷിപ്പാൻ. എന്നേശുവേ വാനമേ വേഗം വരണമേ.
ഈ പ്രത്യാശയുള്ളവർ നിങ്ങളുടെ കൈകളെ ഉയർത്തി അവസാന നിമിഷങ്ങളിൽ സ്തോത്രം ചെയ്യാമോ? 2021 എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും അത് പറയാൻ എനിക്കറിയില്ല. എന്ത് സംഭവിച്ചാലും പ്രത്യാശ മങ്ങിപ്പോകരുത്. പ്രാണപ്രിയൻ വരാറായി. മധ്യാകാശത്തിങ്കൽ മണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ വേളി നടക്കുവാൻ പോകുകയാ. എല്ലാ ക്ലേശങ്ങളും മാറും. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതേജസിന്റെ ഘനമോർത്താൽ നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം സാരമില്ല. നമുക്കിഷ്ടമില്ലാത്ത വാർത്തകൾ കേൾക്കുന്ന വർഷമായിരിക്കാം 2021. എന്നാൽ ചോദ്യചിഹ്നങ്ങൾ വേണ്ട. ലോകത്തെ സ്നേഹിച്ചത് കൊണ്ട് ദൈവം തെരഞ്ഞെടുത്തു. ദൈവം എന്നിൽ എന്ത് ചെയ്താലും നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എന്റെ ഹിതം പോലെയല്ല, എൻ പിതാവേ, എൻ യഹോവേ, നിന്റെ ഹിതം എന്റെ ജീവിതത്തിൽ നടക്കണം. ആ സമർപ്പണമുള്ളവർ, ആ കമ്മിറ്റ്മെന്റ് ഉള്ളവർ ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. കേട്ട ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ദൈവമേ, സുവിശേഷത്തിന്റെ ആ യഥാർത്ഥ ദൈവകൃപയെ മനസ്സിലാക്കി ജീവിപ്പാൻ പോരാ, ഈ പ്രത്യാശയിൽ ജീവിപ്പാൻ. സുവിശേഷം എന്ന് പറയുന്നത് നോട്ട് അബൌട്ട് പ്രസന്റ്, ഇറ്റ് ഈസ് അബൌട്ട് ഫ്യൂച്ചർ. സുവിശേഷം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് പ്രൈവറ്റ് സ്പിരിച്വാലിറ്റി, ഇറ്റ് ഈസ് എ കമ്മ്യൂണിറ്റി. ഈ വലിയ ദർശനങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ദൈവഭക്തിയിൽ ജീവിപ്പാൻ, വചനത്തിൽ വേരൂന്നി ജീവിപ്പാൻ, എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ എന്ന് പറയാൻ താല്പര്യമുള്ളവർ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി ഒരു നിമിഷം അധരങ്ങളെ തുറന്ന് പ്രാർത്ഥിക്കാമോ? 2021 ദൈവം നമ്മളെ നിലനിർത്തിയിരിക്കുന്നത് സൽപ്രവർത്തികളെ ഘോഷിപ്പാൻ, വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനത്തെ കാണിപ്പാൻ. ആ ദൈവത്തിന്റെ ഷോക്കേസിൽ ദൈവത്തിന്റെ കൃപയെ വെളിപ്പെടുത്തുവാൻ, ദൈവസ്നേഹത്തെ വെളിപ്പെടുത്തുവാൻ എന്നെ ഉപയോഗിക്കണമേ എന്ന് പറയുന്നവർ അധരങ്ങളെ തുറന്ന് പ്രാർത്ഥിക്കാം. ഈ നിമിഷം ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ ദൈവത്തിന്റെ സാന്നിധ്യം ദൈവം അയക്കട്ടെ. ഇരിക്കുന്നിടത്ത് പരിസരം മറന്ന് ദൈവത്തെ സ്തുതിപ്പാൻ ആത്മാവിന്റെ ശക്തി അപ്പോസ്തല പ്രവൃത്തി 2 ഇറങ്ങി വന്ന ആ സീനായി പർവ്വതത്തിൽ നടക്കാതിരുന്നത് നിവർത്തീകരിപ്പാൻ ഇറങ്ങി വന്ന ആത്മാവിന്റെ ശക്തി നിങ്ങൾ ഇരിക്കുന്ന മുറികളിൽ വരട്ടെ, നിങ്ങൾ ഇരിക്കുന്ന ഇടങ്ങളിൽ വരട്ടെ, ശരീരത്തിൽ വരട്ടെ. ഒരു പുത്തൻ പ്രതിഷ്ഠയോടെ, ഒരു പുത്തൻ തീരുമാനത്തോടെ ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ അത് സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ ഇടയിലും, എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഇടയിലും എന്നിലും അത് ബലം കായ്ച്ചു വർദ്ധിക്കട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സ്വാർത്ഥതയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവം എക്സിസ്റ്റ് ചെയ്യുന്നത് ഞങ്ങളെ കംഫർട്ടബിൾ ആക്കാനാണ് എന്നാണ് ഞങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതികളെ നഷ്ടപ്പെടുത്തുന്നവരാക്കി കളയാതെ, കൃപയിൽ നിന്ന് വീണു പോകാതെ, ഐക്യതയിൽ, കൃപയിൽ യഥാർത്ഥ ദൈവകൃപ തിരിച്ചറിഞ്ഞ് ഈ 2021 പ്രത്യാശയോടെ ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി കുറെ കൂടെ ആവേശത്തോടെ പ്രവർത്തിക്കുന്ന ഒരു വർഷം ഞങ്ങൾക്ക് നൽകി തരണമേ. ദൈവമക്കളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവർ നിമിത്തം ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. അവരുടെ കുടുംബ ജീവിതങ്ങൾ നിമിത്തം ദൈവനാമം മഹത്വപ്പെടട്ടെ. അവരിലൂടെ ദൈവം ലോകത്തെ റീച്ച് ചെയ്യണമേ. അതിനുവേണ്ടിയുള്ള എല്ലാ സാധ്യതകളെയും അവർക്ക് നൽകി കൊടുക്കണമേ. അതിനുവേണ്ടിയുള്ള ആരോഗ്യത്തെ നൽകി കൊടുക്കണമേ. അതിനുവേണ്ടിയുള്ള എല്ലാ നിറവുകളെയും നൽകി കൊടുക്കണമേ. ഈ വചനത്തിന്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഈ വചനത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ചിന്തകളിൽ മാറ്റം വരുത്തണമേ. ഞങ്ങൾക്ക് ഒരുമിച്ച് തന്ന ഈ സമയത്തിനായി ഞങ്ങൾ വീണ്ടും മഹത്വം കരയേറ്റുന്നു, നന്ദി കരയേറ്റുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെല്ലാം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇവിടെ പ്രസംഗിച്ചതുപോലെ ഈ തലമുറയിൽ വ്യത്യസ്തനായി കാണപ്പെടുവാൻ, വിശ്വസ്തനായി കാണപ്പെടുവാൻ നിങ്ങളുടെ പ്രാർത്ഥനയും അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കർത്താവ് നിങ്ങളെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.